നിങ്ങൾ ആദ്യമായിട്ട് നിയമസഭയെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നിയമസഭാ പ്രസംഗങ്ങൾ കേൾക്കുന്നതല്ല എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രൊഫഷൻ്റെ ഭാഗം. പക്ഷെ രാഹുൽ സംസാരിക്കുന്നത് ഞാൻ അന്ന് തന്നെ കണ്ടു എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ അവിടെ സംസാരിക്കുന്നത് എൻ്റെ എന്നുള്ളത്? വ്യക്തിപരമായ മെച്ചമൊന്നുമില്ല. അത് ഇപ്പോൾ ഞാനൊരു 2026 ജനറൽ ഇലക്ഷനിൽ മത്സരിച്ച് MLA ആകുന്ന ആളാണെങ്കിൽ ആ ഒരു പിന്നെ അറ്റൻഷൻ കിട്ടണം എന്നില്ല. അതും കേരളം ചർച്ച ചെയ്ത പല കാരണങ്ങൾ കൊണ്ട് ചർച്ച ചെയ്തൊരു ബൈ ഇലക്ഷനിൽ ജയിച്ച MLA എന്നുള്ള ശ്രദ്ധയാണ് ആ കിട്ടുന്നത്. അതിപ്പം ഞാനല്ല, വേറൊരാൾ മത്സരിച്ച് ജയിച്ച് വേറൊരു കോൺഗ്രസ് MLA വന്നു കഴിഞ്ഞാലും അത് തന്നെ കിട്ടും. അത് വ്യക്തിപരമല്ല, അത് ഒക്കേഷനും ആ സിറ്റുവേഷനും ഓറിയന്റഡ് ആയിട്ട് മാത്രം ഉണ്ടാകുന്ന അറ്റൻഷൻ. ഇങ്ങനെ വർത്താനം പറയാനുള്ള രാഹുലിന്റെ മിടുക്ക് കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. ഒരു വിഷയത്തെ എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്ന് പറയുമ്പോഴും അഗ്രസീവ്നെസ് കാണിക്കുന്നിടത്തും രാഹുലിൻ്റെ ഒരു ഈ സംസാരിക്കാനുള്ളൊരു ശേഷിയുണ്ടല്ലോ. എന്ന് വെച്ചാൽ കണക്ഷൻസ് ലോജിക്കലി അത് കറക്റ്റാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിൽ. ഇതൊന്നും വ്യക്തിപരമല്ല. ആ ലോജിക്കൽ ആർഗ്യുമെന്റ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറയുന്ന ഇഷ്യൂസിന്റെ ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നു, നമുക്ക് കുറച്ച് ഇഷ്യൂസിൽ, നമ്മൾ പറയുന്ന ഇഷ്യൂസിലെല്ലാം നമുക്ക് വലിയ എഡ്ജുള്ള ഒരു സമയമാണ്. ആ എഡ്ജുള്ള സമയത്തിൻ്റെതായ എഡ്ജാണ് അത്. എനിക്ക് മാത്രമല്ല, അത് എന്നെ പോലെ പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഇഷ്യൂസിന്റെ എഡ്ജാണ്. ഇനി നമ്മൾ പരിപൂർണമായിട്ട് ഡിഫൻസിൽ പോകുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇടതടവില്ലാതെ ആൾക്കാരെ ഇങ്ങനെ പിടിച്ചിരുത്താനുള്ളൊരു മിടുക്കില്ലേ, ഇത് ശരിക്കും വായനയുടെ ബേസിൽ വന്നതാണോ? നിങ്ങളത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല? ഒരിക്കലും. പ്രസംഗിക്കുമ്പോൾ സാധാരണ എല്ലാവരുടെയും മോഡുലേഷൻ മാറാറുണ്ട്, ബാസ് മാറ്റാറുണ്ട്, ശബ്ദത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്, പ്രയോഗത്തിൽ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്. പക്ഷെ ഞാൻ പ്രസംഗിക്കുമ്പോഴും വർത്താനം പറയുകയാണ്, ചാനൽ ചർച്ചകളിലും വർത്താനം പറയുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു 99.99% മനുഷ്യന്മാരും വർത്തമാനമാണല്ലോ പറയുക. അതിനോട് കണക്റ്റഡ് ആകുന്ന ഒരു ഇതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും, അല്ലാതെ വേറെ അത്ഭുതമൊന്നുമില്ല. എനിക്ക് ആ മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്തതാണ്. അത് എൻ്റെ പ്ലസ് എന്നല്ല, സത്യത്തിൽ അതെൻ്റെ മൈനസ് ആണ്. എനിക്ക് മോഡുലേഷൻസ് ഒരുപാട് കഴിയില്ല. എനിക്ക് ഒച്ചയെടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എൻ്റെ വോയിസ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒച്ചയടയ്ക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അതിനകത്ത് ശബ്ദത്തിലൊരു സ്ട്രെയിൻ ചെയ്യാറില്ല. അപ്പം അതങ്ങ് കാഷ്വലായി പോയതാണ്. മൈൻഡ് ബ്ലോക്ക് വരാതെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ജോലിയാണ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് സത്യത്തിൽ. ഇപ്പം ചാനൽ ചർച്ചകളാണല്ലോ ഇതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ചാനൽ ചർച്ചകളിൽ പിന്നെ അടിമുടി അപ്പുറത്തെ കുഴപ്പം നിൽക്കുകയാണ്, സർക്കാരിൻ്റെ ഭാഗത്ത് കുഴപ്പം നിൽക്കുകയാണ്. അത് കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ. അപ്പം ഞാൻ അതിനെതിരായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഇതേ ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ. തിരിച്ച് അപ്പുറത്ത് അതിനെ ന്യായീകരിക്കേണ്ടി വരുന്ന ആളുകൾ എന്തു പറഞ്ഞാൽ ന്യായീകരിക്കുക? റീസെന്റ് ആയിട്ട് ഉണ്ടായ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് എടുത്തു. ഞാൻ അതിൻ്റെ ഒരു പൊളിറ്റിക്സിലേക്കല്ല പോകുന്നത്. റീസെന്റ് ആയിട്ടുള്ള ഏത് ഡെവലപ്മെന്റ്, ഇപ്പം നമ്മുടെ ആശാ വർക്കർമാർക്ക് അവരുടെ ഓണറേറിയം 3 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കിരിക്കുകയാണെന്ന് വിചാരിച്ചു. അതിനെ ന്യായീകരിക്കാൻ വരുന്നവർക്ക് അവരെ അധിക്ഷേപിക്കാനല്ലാതെ വേറെ എന്താ കഴിയുക? ആ അധിക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ബാക്ക് ഫയർ ചെയ്യപ്പെടും. ഇപ്പുറത്ത് ആശാ വർക്കർമാരുടെ വക്താവായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. എന്നെ ബാക്ക് ഫയർ ചെയ്യുന്ന ഒറ്റ പോയിന്റ് പോലും ആ വിഷയത്തിനകത്തില്ല. അതൊക്കെ സബ്ജക്ട് ഓറിയന്റഡ് ആണ്. അത് ചിലപ്പം നാളെ മാറിയേക്കാം. ചെറുപ്പത്തിൽ തന്നെ ജയിലിൽ കിടക്കാനുള്ള അവസരം ഉണ്ടാവുന്നു. അപ്പം ജയിലിൽ കിടക്കാനുള്ള അവസരം എന്നാണ് ഞാൻ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഒരു 5 പ്രാവശ്യം ജയിലിൽ കിടക്കുമ്പോൾ ശരിക്കും ഗ്ലാമർ കൂടുകയാണ് ചെയ്യുന്നത്. അത് നോക്കുക, ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ആ ജയിൽവാസം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് പോകുന്നത്. കാരണം ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു തീവ്രതയുടെ ആഴം പറയുന്നത് നമ്മൾ 5 പ്രാവശ്യം ജയിലിൽ കിടന്നത്. ഇതൊരു മെച്ചമാണ്. ഇതിനകത്തൊരു രസം എന്താണെന്ന് വെച്ചാൽ അനുഭവം മാത്രമല്ല, അതിനകത്ത് ഒരു സമരമാണ്, നമ്മൾ നിരന്തരമായി സമരം നയിക്കുന്ന ഒരാളാണെന്നുള്ളൊരു ഫിഗർ വന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് അനുകൂലമായി തന്നെ നമ്മൾ പ്രയോഗിക്കാൻ ചില സ്ഥലങ്ങളിൽ ശ്രമിക്കുകയും ചെയ്യും. അതൊരു വിജയമല്ലേ ആ ജയിൽ കിടക്കൽ? ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ കാലം തൊട്ട് ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തകന്റെ ഒരു പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ്. അത് നമുക്ക് ഒരു വലിയ അനുഭവമാണ്. ജയിലെന്ന് പറയുന്നത്, പിന്നെ നമ്മളിപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമല്ലോ. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 2025 ആണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് വിചാരിക്കും. ഒരു തവണ ജയിലിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് സ്വാതന്ത്ര്യം. കാരണം നിങ്ങൾക്കിനിയും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പം ഒരു പൊതുപ്രവർത്തന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ജയിലിലേക്ക് പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമെന്നറിയാം. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും, നിങ്ങളുടെ മൂവ്മെന്റ്സ് എല്ലാം ഭയങ്കരമായി ലിമിറ്റ് ചെയ്യപ്പെടുകയല്ലേ. ഒരു 4 ചുമരിലല്ലേ നിങ്ങളുടെ മൂവ്മെന്റുകളെല്ലാം പറ്റുള്ളൂ. നമുക്ക് സമയം നോക്കാൻ കഴിയില്ല, സമയം മാറുന്നത് നമ്മൾ അറിയുന്നില്ല, നമുക്ക് ഒരു തരം എന്റർടൈൻമെന്റും ഇല്ല, നമുക്ക് പുറംലോകമായിട്ടൊരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെ കഴിയേണ്ടി വരുന്നൊരു സാഹചര്യം. എന്നിട്ട് ഇപ്പം നമ്മളോടൊപ്പം കിടക്കുന്നവരെ
നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ. അതിൽ തന്നെ ഒരു 90% ഹാർഡ് കോർ ക്രിമിനൽസ് ആണല്ലോ. അതിൽ കൊലപാതകികൾ ഉണ്ടാകാം, ലഹരി കടത്തിയ ആളുകൾ ഉണ്ടാകാം, മറ്റു പല കേസുകളിലും പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഇവരോടൊപ്പമാണ് നമ്മൾ കിടക്കേണ്ടി വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മളെപ്പോഴേലും കള്ളനെ കാണേണ്ടി വരും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ കള്ളനെ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന, ഇപ്പൊ നമ്മുടെ വീട് അപഹരിക്കാൻ വരുന്ന ആളാണല്ലോ കള്ളൻ. നമ്മളെ പേടിപ്പിക്കുന്ന ഒരു മൊമെന്റ് ആണ്. നമ്മൾ കുറെ കള്ളന്മാരുടെ കൂടാണ് കിടക്കേണ്ടി വരുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു തരം എക്സ്പീരിയൻസ് ആണ്. ഒരു പൊതുപ്രവർത്തന ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഒരു ജയിൽവാസം ഉണ്ടാകണം. അത് ഏത് കാലഘട്ടത്തിലും, ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ പറയും ജയിലിൽ പോകുന്നൊന്നും അല്ല എന്ന് പറയാം. എന്നാലും പുതിയ കാലഘട്ടത്തിലായാലും നമ്മളൊരു സമരം, അതൊരു നമ്മുടെ സമരത്തിന്റെ ഇന്റൻസിറ്റിയാണ് കാണിക്കുന്നത്. നമ്മളൊരു ഇഷ്യൂ ഏറ്റെടുത്തു. ഇപ്പം ഞാൻ ആദ്യമായി ജയിലിൽ പോകുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇഷ്യൂ ആണ്. 18 വയസ്സ്. അത് കോളേജിൽ പഠിക്കുമ്പോഴാണ് ജയിലിൽ പോകുന്നത്. അതൊരു സമരത്തിന്റെ ഇഷ്യൂ ആണ്. എന്നെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അമ്മമാരുടെ പെൻഷന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു. ആ സമരത്തിന്റെ പേര് നമ്മൾ ജയിലിൽ പോകുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനത്തോട് കൂടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സ്പീരിയൻസ്. ഈ ജയിലിനകത്ത് എന്നിട്ട് ഇപ്പൊ രാഹുൽ ആദ്യം ചെല്ലും പോലെയല്ല രണ്ടാമത് പോകുന്നത്. രണ്ടാമത് കുറച്ചുകൂടെ എക്സ്പ്ലോറേഷൻ മൈൻഡ് ഉണ്ടാവും. അപ്പൊ ഈ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് അവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ നന്നായി ആളുകളോട്, ഇപ്പം ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജയിലിൽ കിടക്കുമ്പോൾ നമുക്ക് ആകെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയാവുന്ന പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം എന്തെങ്കിലും സാധിക്കുമെങ്കിൽ അത് ഈ ആളുകളോട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ജയിലിൽ കിടക്കുന്ന എല്ലാ ആളുകളോടും ഇപ്പം നിങ്ങൾ നടത്തുന്ന പോലെ ഇന്റർവ്യൂ നടത്തും. ഞാൻ എന്താണ് നിങ്ങളുടെ പശ്ചാത്തലം, പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അവരോട് സ്വാഭാവികമായിട്ടും നമുക്ക് അതെങ്ങനെയാ അവരത് ചെയ്തതെന്ന് അറിയാനുള്ള ഒരു കൗതുകം ഉണ്ടാവും. അല്ല, അപ്പം എനിക്ക് എന്റെ കൗതുകം എന്ന് വെച്ചാൽ രാഹുൽ അവരെ എങ്ങനെ അഡ്രസ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ചെറുപ്പത്തിലാവുമ്പോ നമുക്ക് കുറച്ച് അണ്ണാന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ വിളിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രായത്തിന് മുതിർന്ന എല്ലാ ആളുകളും നമ്മൾ അങ്ങനെ ചേട്ടാ എന്ന് തന്നെ ആയിരിക്കുമല്ലോ വിളിക്കുന്നത്. അപ്പം നമുക്ക് അതിന്റെ ഒരു ബഹുമാനം ഉണ്ടാവുമല്ലോ. നമ്മുടെ പ്രായത്തിന് ഇളയ ആളുകളാണെങ്കിൽ അവരെ പേര് വിളിക്കും, പ്രായത്തിന് മൂത്ര ചേട്ടാന്ന് വിളിക്കും. അപ്പൊ എന്നിട്ട് നമ്മൾ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഒരുപാട് രസകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. പിന്നെ ഇവര് ഈ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പലപ്പോഴും അഡ്മിഷൻ സെല്ലിലായിരിക്കും ഈ സമരം ചെയ്ത് ചെല്ലുന്ന ആളുകൾ വരുന്നത്. അപ്പോൾ അഡ്മിഷൻ സെല്ലിൽ ചെല്ലുമ്പം ഇവർ നമ്മളോടൊപ്പം ഇപ്പം നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മൾ ചോദിക്കും എന്താ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയുന്നതും യഥാർത്ഥത്തിൽ അവർ ജയിലിൽ വന്നതായിട്ടുള്ള സംഭവമായിട്ട് ഒരു ബന്ധമില്ല. അത് പിറ്റേ ദിവസം പത്രം കണ്ടപ്പോഴേക്കും മനസ്സിലാവും. പിറ്റേ ദിവസം പത്രത്തിൽ ഇവരുടെ വാർത്ത ഉണ്ടാകും. അപ്പം ഒരിക്കൽ ഒരാൾ വന്നു. അപ്പൊ അയാൾ മോഷണ കേസാണ്. അപ്പം അയാളോട് ചോദിച്ചു നിങ്ങൾ പിന്നെ എന്തിനാണ് ജയിലിൽ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഞാനാണ് ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്തത്. അപ്പൊ നമുക്ക് ഭയങ്കര സഹതാപം തോന്നി. പാവം, ഒരു ഗ്യാസ് സിലിണ്ടർ എടുക്കേണ്ടി വരുന്നൊരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ദയനീയതയൊക്കെ തോന്നി കഴിഞ്ഞപ്പം പിറ്റേ ദിവസം പത്രം വന്നു കഴിഞ്ഞപ്പം അയാള് അടച്ചിട്ടിട്ട് അമേരിക്കയിൽ പോയ ഒരു വീട്ടിലെ എല്ലാ സാധനങ്ങളും കൊള്ളയടിച്ചു. അപ്പൊ ഇയാളുടെ പ്രത്യേകത, ഇയാൾ ഓരോ ദിവസമായിട്ടാണ് കൊള്ളയടിച്ചത്. ഒരു ദിവസം വന്നിട്ട് റെഫ്രിജറേറ്റർ എടുത്തോണ്ട് പോകും, അടുത്ത ദിവസം വന്നിട്ട് വാഷിംഗ് മെഷീൻ എടുത്തോണ്ട് പോകും. ഇയാൾ ഇതിന്റെ താക്കോലൊക്കെ കൈക്കലാക്കി ഇങ്ങനെ ഭയങ്കര ലോഡുമായിട്ടല്ല പോകുന്നത്. ഏറ്റവും അവസാനത്തെ ദിവസം ഇയാൾ ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ വന്നപ്പോൾ ഇയാളെ പിടിക്കപ്പെട്ടു. അപ്പൊ ഇദ്ദേഹം നമ്മളോട് പറയുന്നത് ഗ്യാസ് സിലിണ്ടർ എടുത്തതിനാണ് എന്നെ പിടിച്ചതെന്ന് പറയും. അങ്ങനെ ഉള്ള ഒരുപാട് ഇതുണ്ട്. പിന്നെ ഒരു മോഷണ കേസിൽ വന്ന ഒരാളെ ഭയങ്കരമായിട്ട് ആളുകൾ കളിയാക്കും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു മോഷ്ടാവാണ്. ഇയാളുടെ പ്രത്യേകത, ഇയാള് അമ്പലങ്ങളിലെയും പള്ളികളിലെയും വഞ്ചി മോഷ്ടിക്കുന്ന ആളാണ്. അപ്പൊ ഇത് പിടിക്കപ്പെടത്തില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളുടെ പ്രത്യേകത, സാധാരണ എല്ലാവരും പൂട്ട് പൊളിച്ചു കൊണ്ടുപോകല്ലേ, ഇയാൾ പൂട്ട് പൊളിച്ചിട്ട് പണം എടുത്തതിന് ശേഷം തിരിച്ച് പൂട്ടി വെക്കും. ഇയാൾ തിരിച്ച് പൂട്ടി വെക്കും. അപ്പം ആരും ശ്രദ്ധിക്കില്ല. അപ്പൊ ഇയാൾ ഒരു വലിയ പിശുക്കനാണ്. അപ്പൊ ഇയാള് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ഒരു ക്ഷേത്രത്തിൽ നിന്ന് പൈസ എല്ലാം ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് വന്ന്, അപ്പൊ ഇയാൾ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞപ്പം ഓട്ടോ വരുന്നു. അപ്പൊ ഓട്ടോക്കാരനോട് ചോദിച്ചു സ്റ്റാൻഡ് വരെ പോകുന്നതിന് എത്ര രൂപയാന്ന് ചോദിച്ചു. അപ്പം ഈ ഓട്ടോക്കാരൻ 200 രൂപയെന്നോ മറ്റോ പറഞ്ഞു, കുറച്ച് റേറ്റ് കൂട്ടിയാ പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു എന്തിനാ വെറുതെ 200 രൂപ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നടന്നു തന്നെ പോയി 200 രൂപ ലാഭിക്കാമെന്ന് പറഞ്ഞ് ഇയാളുടെ ഒരു പിശുക്കൊണ്ട് നടന്നു വരുന്ന സമയത്ത് രാത്രിയിൽ പോലീസ് പട്രോളിങ്ങിന് വേണ്ടിയിട്ട് വാഹനം വരുമ്പം ആ വാഹനം ചവിട്ടി ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണല്ലോ. അപ്പൊ ചോദിച്ചു എന്താ രാത്രി നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞല്ല അപ്പുറത്ത് വരെ പോയതാണെന്ന് പറഞ്ഞപ്പം ഇയാളെ മുൻപ് ഏതോ കേസിൽ പിടിച്ചൊരു സിവിൽ പോലീസ് ഓഫീസർ വണ്ടിയുടെ പോലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇയാൾ നീ കള്ളനില്ലടാന്ന് ചോദിച്ച് ഇയാളെ പിടിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇങ്ങനെ രസകരമാണ്. അപ്പം ചില കൊലയാളികളെ കാണാറുണ്ട്, പല കൊലക്കേസിലെ പ്രതികളെ കാണാറുണ്ട്. എനിക്ക് അമ്പരപ്പാണ് എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക. എനിക്ക് ഉത്തരമില്ലാത്ത, ഇപ്പൊ പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ CPM ഒക്കെ എണ്ണമറ്റ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അവരോട് നിരന്തരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ്. വളരെ കരുതി കൂട്ടി ആളെ കൊല്ലുന്ന രീതിയാണ് CPM. എങ്ങനെയാണ് നിങ്ങൾക്കൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക?
എനിക്ക് കഴിയില്ല. അതെനിക്കൊരു വലിയ അമ്പരമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഞാൻ ആളുകളെ കൊല്ലുക എന്ന് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പൊ രാഹുലിന്റെ മനസ്സോ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഒരു കള്ളൻ പവിത്രൻ അതിനകത്തുണ്ടോ എന്ന് നമ്മൾ തെരയില്ലേ. നമ്മൾ ഈ കള്ളൻ പത്മരാജന്റെ സിനിമകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് കള്ളൻ പവിത്ര അറിയാലോ, ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു, നമ്മൾ കള്ളനെ സ്നേഹിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെയാണ്, മനുഷ്യരോട് എപ്പോഴും സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഇവരിലൊക്കെ ഒരു നന്മ കണ്ടെത്താനും ഒക്കെ ശ്രമിക്കും. അല്ല, കുറേയേറെ ആളുകളെ ഇപ്പം ഞാനതിനെ ഏതെങ്കിലും ഒരു വാക്ക് എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ക്രൈമിനെ എൻഡോഴ്സ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കിടക്കാത്തത്. എങ്കിൽ പോലും ചില ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ക്രൈമുണ്ട്. അപ്പം ക്രിമിനൽ മെന്റാലിറ്റിയോട് കൂടി തന്നെ രണ്ടും ഒന്ന് തന്നെയാണ്. ക്രൈം ഈസ് ക്രൈം. അത് മോഷണമായാലും കൊലപാതകമായാലും എന്തായാലും ക്രൈം ഈസ് ക്രൈം. പക്ഷെ ചിലരുടെ ജീവിത സാഹചര്യം കൊണ്ടുണ്ടാകുന്ന ക്രൈം ഉണ്ട്. അതിനൊരു പരിധിവരെ സൊസൈറ്റി ഉത്തരവാദിത്വം. ഞാനും നിങ്ങളും അടക്കമുള്ള സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരുപാട് ക്രൈം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത്തരം ആളുകളോട് നമുക്കൊരു ഓരോ പോയിന്റിലെങ്കിലും നമുക്കൊരു സഹതാപമൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ രാഹുൽ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സിമ്പിളായി പറയാന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വായന അത്യാവശ്യമുള്ളത്. എനിക്ക് ഈ ബുക്സ് ഒക്കെ കാണുമ്പോഴും പിന്നെ രാഹുലിനെ കുറിച്ച് അത്യാവശ്യം സെർച്ച് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലായത് അത്യാവശ്യം വായന. ആ വാക്ക് കറക്റ്റ്. അത്യാവശ്യം വായനയുടെ ആളാണ് ഞാൻ. അപാരമായ വായന. അത്യാവശ്യ വായന എന്ന് പറഞ്ഞാൽ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടുണ്ടാവും, ബഷീറിന്റെ പ്രേമലേഖനവും വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് രാഹുൽ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞാനൊരു ഒരു വലിയ വായനക്കാരൻ. ഞാൻ വായിക്കും, അതാ പറഞ്ഞത് അത്യാവശ്യ വായനക്കാരൻ. എനിക്ക് അത്യാവശ്യമുള്ളതാണ് ഞാൻ കൂടുതലായിട്ടും വായിക്കുന്നത്. അപ്പം അങ്ങ് സൂചിപ്പിച്ച റാം കെയർ ഓഫ് ആനന്ദി. റാം കെയർ ഓഫ് ആനന്ദിയുടെ പ്രത്യേകത, ഇപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ പുതിയ തലമുറയെ നമ്മൾ അഡ്രസ് ചെയ്യുമല്ലോ. പുതിയ തലമുറയാണല്ലോ സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് കൂടുതലായിട്ട് അഡ്രസ് ചെയ്യാനായിട്ടുള്ളത്. അവരുടെ ക്യാമ്പസുകളിലൊക്കെ ചെല്ലുമ്പോൾ അപ്പൊ അവരിങ്ങനെ ചോദിക്കും, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പുസ്തകത്തെ പറ്റി ചോദിച്ചു ഉടനെ ചോദിക്കും റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് സത്യത്തിൽ വായിച്ചിരുന്നില്ല അന്ന്. ഇല്ല, വായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു പുച്ഛമുണ്ട്. ഈ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വായനക്കാരൻ എന്നുള്ളൊരു പുച്ഛമുണ്ട്. അപ്പൊ അങ്ങനെ ഈ ചോദ്യം നിരന്തരമായി കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചില്ലേ പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വായിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജയിലിൽ പോകുമ്പം റാം കെയർ ഓഫ് ആനന്ദി അവിടെ ലൈബ്രറിയിൽ ഇരിക്കുന്നതാണ്. സത്യത്തിൽ ആ വിഷയത്തിനകത്ത് എനിക്ക് സൂപ്രണ്ടിന്റെ ഇടപെടൽ വേണ്ടി വന്നു. പക്ഷേ ജയിലിനകത്ത് ഏറ്റവും അധികം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പുസ്തകം റാം കെയർ ഓഫ് ആനന്ദിയാണെന്ന് ഇങ്ങനെ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ സൂപ്രണ്ടിനോട് പറഞ്ഞു, അപ്പം ഞാൻ കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഒന്ന് വാങ്ങി തരുമ്പോൾ ജയിലിനാൻ വരുന്ന വായിക്കാന്ന് പറയുമ്പോൾ പുള്ളി ആ പുസ്തകം എടുത്ത് ഒരാളോട് ചോദിച്ചു 2 ദിവസത്തേക്ക് കൊടുക്കുന്നു. 2 ദിവസം കൊണ്ട് വായിച്ച് തിരിച്ച് അവിടെ കൊടുക്കുകയായിരുന്നു. അപ്പൊ റാം കെയർ ഓഫ് ആനന്ദി അങ്ങനെ വായിക്കേണ്ടി വന്നു. ജയിലിനകത്തും കൺസിഡറേഷൻ ഇതൊരു കൺസെഷനാണ്. ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ സൂപ്രണ്ടിന് കുഴപ്പമുണ്ടാവരുത്. ഒരു നല്ല മനുഷ്യനാണ്. തിരുവനന്തപുരം, അപ്പൊ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള സൂപ്രണ്ട് തിരുവനന്തപുരം ജയിലിലെ സൂപ്രണ്ടാണ്. അപ്പം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. എന്ന് വെച്ചാൽ ഒരു പരിഗണനയും ഒരാൾക്കും പ്രത്യേകമായി കൊടുക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. പക്ഷെ എല്ലാവരോടും അപ്പം എന്നെ മാന്യമായി ട്രീറ്റ് ചെയ്യും. എന്നെ മാന്യമായി ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇയാൾ എന്നെ, ബിനോദ് തോമസ് എന്നാണ് അയാളുടെ പേര്, എന്നെ ഇയാൾ മാന്യമായി ട്രീറ്റ് ചെയ്തല്ലോ എന്ന്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ഒരു വലിയ കുറ്റവാളിയെ കാണുമ്പോൾ അയാളുടെ പെരുമാറ്റം കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം അയാളെ വളരെ മാന്യമായി, അയാളുടെ ജയിലിലുള്ള മുഴുവൻ ആളുകളെ മാന്യമായി ട്രീറ്റ് ചെയ്യുന്നത്. അതെ, പോളിസിയാണ്. അപ്പൊ ഈ പിന്നെ പ്രേമലേഖനത്തിന്റെ കാര്യം പറയുമ്പോൾ ബഷീറിന്റെ എല്ലാ പുസ്തകവും, ഒരുവിധം എല്ലാ പുസ്തകവും എനിക്ക് തോന്നുന്നു ചെറിയ വായനക്കാരനാണ്. പക്ഷെ ഞാൻ ബഷീറിനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ബഷീറിന്റെ ഒരുവിധം എല്ലാ പുസ്തകങ്ങളും അപ്പൊ ചെറുതിലേ തൊട്ട് നമുക്ക് ബഷീറിന് ഇഷ്ടമാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഒരുവിധം ബഷീർ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാകും. ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ ആളുകൾ വല്ലാതെ പറയുന്ന പുസ്തകങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പം ബെസ്റ്റ് സെല്ലേഴ്സിനപ്പുറം ആളുകൾ ഇങ്ങനെ നന്നായി ഒന്ന് കുറെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്യാവശ്യം മാത്രം വായിക്കുന്ന ഒരാൾ. ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത് ആത്രയമാണ്. ആത്രയം ഇങ്ങനെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്താണ് ടെക്നിക്ക് എന്നുള്ളത്. അല്ല, അത് ഇതാണ് ടെക്നിക്ക്. അതായത് എല്ലാവരും നല്ലതെന്ന് പറയുന്ന പുസ്തകങ്ങൾ വായിക്കും. അപ്പൊ നമുക്ക് 2 വെച്ചാണ്. ഒന്ന്, ആ പുസ്തകം നമ്മൾ വായിച്ചിരിക്കും. 2, നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് വെറുതെ പോകുന്നില്ല. എല്ലാവരും കൂടെ പറയുമ്പോൾ അതൊരു നല്ല പുസ്തകം ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇഷ്ടം. വീട് കാണുന്നതിന് മുമ്പ് എനിക്ക് വായനയെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാനുണ്ട്. നമുക്ക് പറയാം. ശരിക്കും ചുരുങ്ങിയ സമയമുള്ളൂ. അതിനുള്ളിൽ എങ്ങനെയാണ് MLA ഇതുവരെ എത്തിയത് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പിടിയിട്ടുമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത്. ചായ വന്നോട്ടെ. അവര് ചായ എടുക്കാൻ പോയപ്പോ ഞങ്ങൾ പറഞ്ഞു റോളിങ്ങിൽ ചായ എടുക്കാൻ തോന്നുന്നു. താങ്ക് യു. ചായക്കാരൻ കോളേജ് കാലം തൊട്ടുള്ള ഫ്രണ്ടാണ്, സുഹൃത്താണ്. കോളേജിന്റെ ചെയർമാൻ ആയിരുന്നു.
ആ അടിപൊളി. ഞങ്ങൾ ഒരുമിച്ചാണ് കുറെ ഉപജീവന മാർഗങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ നടത്തുന്നത്. ബിനാമിയാണല്ലേ? അതാണ് ചോദ്യം. ബിനാമിയല്ല, എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെ പേരിൽ തന്നെയാണ്. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെ പേരിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചില സമയത്തൊക്കെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ വേറെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഒരു വിവരാവകാശം കൊടുത്താൽ നിങ്ങളുടെ സർക്കാരിൻ്റെ കീഴിൽ ലൈസൻസ് എടുത്തിട്ടുള്ള സംരംഭങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. ഇപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ വാഹനങ്ങളൊക്കെ മറ്റുള്ളവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും വാഹനം ഞാൻ തന്നെ ലോൺ എടുത്ത്, അന്നത്തെ വാഹന കേസിൽ ഞാൻ തന്നെ ലോൺ എടുത്ത് വാഹനം എടുത്ത് ഇപ്പോൾ എൻ്റെ പേരിൽ തന്നെ എൻ്റെ ആദ്യത്തെ ബുള്ളറ്റ് തൊട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാഹനം വരെ എൻ്റെ പേരിൽ തന്നെ എടുക്കുന്നവരാണ്. അപ്പം അതിനകത്തൊരു നമുക്ക് ഒളിക്കാനും മറക്കാനൊന്നുമില്ല, ട്രാൻസ്പെറൻ്റ് ആണ്, ആർക്കും പരിശോധിക്കും. കരുതി കൂട്ടിയാണ് ചുമ്മാ അല്ല ഇതുവരെ എത്തിയത്. ശരിക്കും രാഹുൽ, ഞാൻ അറിയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇതുവരെ എത്തിയ ഒരു നിങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് ഈ പ്രേമലേഖനം വായിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ബഷീറിനെ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പ്രേമലേഖനം വായിക്കുമ്പോഴാണ്. ആദ്യം മനസ്സിലായില്ല, ചെറുപ്പത്തിൽ ഇത് വായിച്ചല്ലോ, അപ്പോൾ മനസ്സിലായില്ല. പിന്നീട് വായിക്കുമ്പോഴാണ് ഇങ്ങേരെന്തിനാണ് ഈ എഴുത്ത് ഈ ഭാഷയിൽ എഴുതിയതെന്നുള്ളത് മനസ്സിലായത്. അപ്പോഴാണ് മനസ്സിലാക്കിയത്, ഇതിലൊരു ബുട്ടൻസ് ഉണ്ട്. പിന്നെയാണ് ആരാധന തുടങ്ങുന്നത്. ആരാധനയുടെ പല ലെവലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബഷീറിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. ബഷീറിനെ കുറിച്ച് പറഞ്ഞൊന്ന് തുടങ്ങാൻ നമുക്ക്. ബഷീറിനെ ആദ്യമായി കേൾക്കുന്നത് എനിക്കൊന്ന് എൻ്റെ ഒരു മലയാള പുസ്തകത്തിൻ്റെ ഏതൊരു ഭാഗമായിട്ട് ബാല്യകാല സഖിയെ പറ്റിയിട്ട് എന്തൊരു ആർട്ടിക്കിള് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം അന്നേരമാണ് സുഹറയും മജീദും കശാപ്പുകാരൻ്റെ ചവിട്ടേറ്റ് പല്ല് അടർന്ന സുഹറയും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്കൂൾ പഠിക്കുന്ന കാലത്താണ് വന്നത്. അപ്പോൾ അതുവരെ വായിച്ചിട്ടുള്ളതിൽ നിന്ന് ഒരു വ്യത്യസ്ത ഒരു രസമൊക്കെ തോന്നി. എന്നാൽ പിന്നെ ഒന്ന് വായിച്ചേക്കാന്ന് കരുതിയിട്ട് ബാല്യകാല സഖി വായിച്ചു. പിന്നെ ഇങ്ങനെ ബാല്യകാല സഖി വായിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. പിന്നെ അടുത്തത് വായിച്ചു അങ്ങനെ ഒരുവിധം ബഷീറിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഒന്ന് ബഷീറിൻ്റെ പുസ്തകങ്ങളെല്ലാം വളരെ ചെറിയ പുസ്തകങ്ങളാണ്, ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർക്കാവുന്ന പുസ്തകങ്ങളാണല്ലോ എല്ലാം. കുറച്ച് പേജുകളേ ഉണ്ടാവുള്ളൂ, ചെറിയ ആണ്. പിന്നെ അങ്ങനെ ഭാഷയാണല്ലോ ബഷീറിൻ്റെ ഏറ്റവും വലിയ. അപ്പം അങ്ങയുടെ നേരത്തെ ഒരു ചോദ്യം ഉണ്ടല്ലോ, അപ്പം എങ്ങനെയാണ് ഇങ്ങനെ വർത്തമാനം പറയുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം ആദ്യമായിട്ടൊരു ചർച്ചയ്ക്ക് പോകുമ്പം എനിക്ക് ഏറ്റവും അടുപ്പമുള്ള രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറയുന്നത് ഒന്ന് വിഷ്ണുനാഥും ഒന്ന് ഷാഫി പറമ്പിലും. ഒന്ന് വിഷ്ണുനാഥ് ഇപ്പം ഈ പഞ്ചായത്തിന്റെ തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകാരനാണ് വിഷ്ണുനാഥ്. അപ്പം ചെറുപ്രായത്തിൽ തൊട്ട് കാണുന്നതാണ് വിഷ്ണുവേട്ടൻ. അപ്പോൾ വിഷ്ണുവേട്ടൻ്റെ വളർച്ചയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഓരോ അച്ചീവ്മെന്റ് നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ ഒരു ചേട്ടൻ അച്ചീവ് ചെയ്യുന്നൊരു സന്തോഷം, ഒരു നാട്ടുകാരെന്നുള്ളൊരു ഫീൽ ഉണ്ട്. അപ്പോൾ പിന്നെ ഷാഫിക്കാണ്. അപ്പോൾ ഇവരോട് രണ്ടുപേരോടും ഇങ്ങനെ ചർച്ചയ്ക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ എങ്ങനെയാണ് ഒരു അഡ്വൈസ് ചെയ്യണമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നീ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചാൽ മതി, ഇനി ഇങ്ങനെ ഭയങ്കര അതിശയോക്തിയോ അലങ്കാരമോ അതൊന്നും വേണ്ട, സിമ്പിളായിട്ട് സംസാരിച്ചാൽ മതി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആയത് ബഷീറിനെയാണ്. കാരണം ബാക്കി എല്ലാ ആളുകളും എഴുതുന്ന സമയത്ത് അവർക്ക് വേറൊരു ഭാഷയിലേക്ക്, എല്ലാവരുടെയും കൂടേതായ ഒരു ഭാഷയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് എല്ലാവർക്കും. അതിപ്പം കാസർഗോഡുള്ള എഴുത്തുകാരനാണെങ്കിലും തിരുവനന്തപുരത്തുള്ള എഴുത്തുകാരനാണെങ്കിലും ഒരു അച്ചടി എഴുത്ത് ഭാഷയിലേക്ക് മാറേണ്ടതായിട്ട് കൂടുതൽ ആളുകൾക്ക് മാറേണ്ടതുണ്ട്. പക്ഷേ ബഷീർ അതിനകത്തൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. ബഷീറിൻ്റെ ഭാഷയിൽ, ബഷീറിൻ്റെ പ്രയോഗങ്ങളിൽ അങ്ങനെ തന്നെ നിന്നിട്ടാണ് പുസ്തകം. അതുകൊണ്ടാണ് അത് കൂടുതൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട്. പലർക്കും അത് തന്നെ ആയിരിക്കണം. കഥാപാത്രങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ വീടിന് അപ്പുറത്തുള്ള സുഹറ, നമ്മുടെ വീടിൻ്റെ കുറച്ചും കൂടെ തെക്ക് മാറിയിട്ടുള്ള മജീദ്, ആ മജീദും സുഹറയും തമ്മിൽ ഉള്ള പ്രണയം, അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഫ്രെയിം ചെയ്യാൻ പറ്റും. ഇപ്പോഴാണല്ലോ നമ്മൾ ഈ സിനിമാറ്റിക് നോവലുകളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നപ്പോഴാണ്. പക്ഷേ ബഷീർ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്കതൊരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് നമ്മുടെ മുന്നിൽ, നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഷോർട്ട് ഫിലിം പോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് സുഹറയ്ക്ക് മുഖമുണ്ട്, മജീദിന് മുഖമുണ്ട്, പിന്നെ സാറാമയ്ക്ക് മുഖമുണ്ട്, എല്ലാവർക്കും കേശവൻ നായരും എല്ലാം നമുക്ക് പരിചയമുള്ള കഥാപാത്രങ്ങളായി മാറും. പക്ഷേ എനിക്ക് ബഷീറിൻ്റെ പുസ്തകങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുണ്ടല്ലോ, എൻ്റെ പേഴ്സണൽ ചോയ്സ് ഉണ്ട്, ഇതല്ല ഏതെങ്കിലും ഒരു പുസ്തകം മോശമാണെന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം അനുരാഗത്തിൻ്റെ ദിനങ്ങളാണ്. അനുരാഗത്തിൻ്റെ ദിനങ്ങൾ ഈ ബഷീറിൻ്റെ പുസ്തകങ്ങളെ പറ്റി പറയുമ്പം ചേർത്ത് പറയുന്ന ഒരു പുസ്തകമല്ല അനുരാഗത്തിൻ്റെ ദിനങ്ങൾ. എപ്പോഴും പറയുന്ന ഒരു പേരല്ല അനുരാഗത്തിൻ്റെ ദിനങ്ങൾ. ബാക്കിയെല്ലാം എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നും ബാക്കിയെല്ലാം പറയപ്പെടുമ്പോഴും അനുരാഗത്തിൻ്റെ ദിനങ്ങൾ അധികം പറഞ്ഞ് ഞാൻ കേൾക്കാത്തോണ്ടാണോ എന്നറിയില്ല. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അനുരാഗത്തിന്റെ ദിനങ്ങൾ
രാഹുൽ പറയുന്ന സമയത്ത് എന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. കാരണം എന്താണെന്നറിയാമോ, അതിലെ പല സീനുകളും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവളുടെ കണ്ണട ഇങ്ങനെ എടുത്തു മാറ്റുന്ന സീനുണ്ട്. വാവ്. പിന്നെ ആ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, അനുരാഗത്തിന്റെ ദിനങ്ങളിൽ ഇവർ തമ്മിലുള്ളൊരു കത്ത് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണല്ലോ കൂടുതലായിട്ടുള്ളത്. ആ കമ്മ്യൂണിക്കേഷനകത്തൂടെ എത്ര പുസ്തകങ്ങളുടെ റെഫറൻസ് ആണുള്ളത്. ബഷീർ എനിക്ക് തോന്നുന്നു ബഷീറിന്റെ ആത്മകഥാംശപരമായിട്ടുള്ള പുസ്തകമായിട്ടാണത് പറയപ്പെടുന്നത്. അതിന്റെ ആധികാരികത എനിക്ക് അറിയില്ല. എന്തായാലും ബഷീർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെല്ലാം അതിനകത്ത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ അനുരാഗത്തിന്റെ ദിനങ്ങൾ ഒരു ലൈബ്രറി കാറ്റലോഗായിട്ട് ഉൾപ്പെടുത്തേണ്ടുന്ന പുസ്തകമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. അപ്പം അങ്ങനെ ബഷീറിനെ ഇഷ്ടം ഇതുകൊണ്ടാണ്. പച്ചയായ എഴുത്ത്, പച്ചയായ ജീവിതം, നമുക്ക് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടണ്ട, നമ്മളെ സ്ട്രെയിൻ എടുപ്പിക്കില്ല വായിക്കുമ്പോൾ. ഞാനൊരു സാധാരണ വായനക്കാരനാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കൊട്ടും സ്ട്രെയിൻ ഇല്ലാതെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ബഷീറിന്റെ എന്നുള്ളൊരു പ്രത്യേകത. ഈ ഇടയ്ക്ക് കാരശ്ശേരി മാഷിനെ കണ്ടിരുന്നു. കാരശ്ശേരി മാഷോട് പറഞ്ഞു, കാരശ്ശേരി മാഷും ബഷീറും തമ്മിൽ നല്ല അടുപ്പമാണ്. അപ്പം കാരശ്ശേരി മാഷും ബഷീറും തമ്മിലുള്ള സംഭാഷണങ്ങളും ഇടപെടലുകളും എല്ലാം അദ്ദേഹം മനോഹരമായൊരു പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് കോഴിക്കോട് വെച്ചിട്ട് MTയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കണ്ടിരുന്നു, കാരശ്ശേരി മാഷെ കണ്ടിരുന്നു. കുറച്ചു നാളായി കണ്ടിട്ട്. അദ്ദേഹം യാത്രയൊക്കെ കുറച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം മാഷെ കണ്ടപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞു, മാഷെ ഞാനിങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ ആ പുസ്തകം വായിച്ചു, അസാധ്യമായ പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് ഈ കാരശ്ശേരി മാഷും ബഷീറും തമ്മിൽ നല്ല അടുപ്പമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ബഷീർ അങ്ങനെ ഈ എന്താ പറയുക, ബഷീറിന് വലിയ ഫോർമാലിറ്റികളില്ല എന്നാണ് കാരശ്ശേരി മാഷ്. നമുക്ക് നേരിട്ടുള്ള അറിവില്ലല്ലോ ബഷീറിന്. അപ്പം കാരശ്ശേരി മാഷ് പറയുന്ന ഫോർമാലിറ്റികളില്ല. അപ്പം ഇങ്ങനെ സാധാരണ ബഷീറിൻ്റെ തലത്തിലുള്ളൊരു എഴുത്തുകാരൻ്റെ ഒരു ആർഭാടങ്ങളും ഫോർമാലിറ്റികളും ഇല്ലാത്ത ഒരു ജീവിതമാണ്. എപ്പോഴും ഇങ്ങനെ ഉമ്മറത്ത് ഇങ്ങനെ ഒരു ചാരു കസേരയിൽ ഷർട്ടും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ടുള്ളൊരു ഇരിപ്പാണിരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പം ചെല്ലുന്ന ഏതൊരാളോടും ചായ വേണോ എന്ന് ചോദിക്കുന്ന ഒരു ബഷീർ. അപ്പൊ കാരശ്ശേരി മാഷിന്റെ വീട്ടിൽ ബഷീർ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ബഷീറിനെ കാരശ്ശേരി മാഷ് ഒരു ദിവസം വീട്ടിലേക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നതും ഈ പോകുന്ന വഴിക്ക് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊരു ചെറിയ ഒരു കൊട്ടേഷൻ കൂടെ പിടിക്കും, ഒരു ചെറിയ പരിപാടി കൂടെ അടുത്ത് പിടിക്കും. അപ്പോൾ അടുത്ത് വേറൊരു പരിപാടിക്ക് ക്ഷണിച്ചതും അതിനോടുള്ള ബഷീറിൻ്റെ പ്രസംഗമൊക്കെ കൂടെ ആയിട്ട് ഭയങ്കര രസമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. അതിനകത്ത് കുറച്ചും കൂടെ നന്നായിട്ട് ബഷീറിനെ വ്യക്തിപരമായി അറിയാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ ഇതുണ്ട്. അതുപോലെ ഈ മനുഷ്യന്റെ ഭാഷ നമ്മൾ ആദ്യം വായിക്കുന്ന സമയത്ത് ലാളിത്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇതിനകത്ത് സാഹിത്യം എന്ന് പറയുന്നത് ഇത് ഒളിഞ്ഞു കിടക്കുന്ന സാഹിത്യമാണ്. അതായത് സാഹിത്യം എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതാത്ത മനുഷ്യനാണ്. ഭാഷാപരമായ ബഷീറിന്റെ പ്രയോഗങ്ങൾ അത് ഭയങ്കര രസമായിട്ട് നമ്മൾ എല്ലാവരും പറയുന്നത്. ഇപ്പൊ ആകാശമിട്ടായി നമ്മൾ ഒരിക്കലും മറക്കാത്ത വാക്കായിട്ട് മാറുന്നതും അതുകൊണ്ടാണ്. അതിന്റെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നതും ഭയങ്കര രസമാണ്. നമുക്ക് ആവർത്തിച്ച് ഈ കഥ പറയാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മൾ മറ്റെഴുത്തുകാരുമായിട്ട് മാറ്റൊരിച്ച് വരില്ലേ, അപ്പോഴാണ് ബഷീർ കൂടുതൽ തെളിഞ്ഞു വരുന്നത്. സാഹിത്യം എഴുതാൻ വേണ്ടി സാഹിത്യ വർണ്ണന ബഷീറിൽ ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അത്യാവശ്യം സാഹിത്യകാരന്മാരാകേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഈ സാഹിത്യം എന്ന് പറയുന്നത് എന്തോ പിന്നെ അന്യഗ്രഹമായിട്ടുള്ളൊരു സാധനം അല്ലല്ലോ, നമുക്കിടയിൽ തന്നെ ഉള്ളതാണല്ലോ സാഹിത്യം. ഒരു പ്രണയലേഖനം എഴുതണമെന്ന് വിചാരിച്ചു, നമുക്ക് കഴിയുന്ന ഏറ്റവും വൈകാരികതയിലും ഏറ്റവും തീവ്രമായും ഏറ്റവും ചമത്കാര ഭംഗിയോടും കൂടിയിട്ടല്ലേ നമ്മൾ പ്രേമലേഖനം എഴുതുക. അതല്ലാതെ നമ്മൾ വളരെ കാഷ്വലായിട്ടല്ലല്ലോ. ഇപ്പോഴത്തെ കാലം എനിക്കറിയില്ല, ഇപ്പൊ പ്രേമലേഖനം എഴുതുന്ന ഒരു കാലത്ത് നമ്മൾ അതിനെ ഭയങ്കരമായി നമുക്കറിയാവുന്ന ഏറ്റവും മനോഹരമായ ഭാഷയിലും നമുക്ക് ഇപ്പം നമ്മൾ വളരെ പ്ലെയിൻ ആയിട്ടല്ലോ നമ്മൾ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ. ഈ പ്രേമലേഖനം എഴുതുന്ന കാലത്ത്, അന്നത്തെ കാലത്ത് നമ്മളൊരു കത്തിലൂടെ നമ്മൾ ആളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കണല്ലോ, മൈൻഡിനെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ നമ്മൾ. അപ്പൊ അത് നമ്മൾ ചെയ്യാറുണ്ട്. ഇനി പോകട്ടെ, നമുക്കൊരു വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മരണം ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചു. നമ്മൾ ആ മരണത്തെ വേറൊരാളോട് വിവരിക്കുന്നത് എങ്ങനെയാണ്? വളരെ പ്ലെയിൻ ആയിട്ടാണോ? അയാൾ മരിച്ചുപോയി എന്നാണോ നമ്മൾ പറയുക? നമ്മുടെ വാക്കുകൾ എത്ര തീവ്രമായിരിക്കും, എത്ര ഇൻറ്റൻസ്ഡ് ആയിരിക്കും ആ ഫീലിങ്ങുകൾ. അപ്പൊ ബഷീറിന്റെ പ്രത്യേകത ഇതാണ്, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഭാഷയുണ്ടല്ലോ നമുക്കൊക്കെ, അത് നമുക്ക് എപ്പോഴും വരില്ല. ഇപ്പം ഈ ഒരു പ്രേമലേഖനം എഴുതുമ്പോഴല്ലാതെ നമുക്ക് ആ പ്രണയത്തിന്റെ ഭാഷ വരണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഒരാളുടെ മരണത്തെ പറ്റി അല്ലെങ്കിൽ ഒരു ലവ് ലോസ്റ്റിന്റെ ഫീലിങ്ങിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു വിരഹം ഉണ്ടല്ലോ, ആ വിരഹത്തിൻ്റെതായ സമയത്ത് നമുക്ക് വരുന്ന ഭാഷ ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വരണം എന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ഓരോ വികാരങ്ങളാണ്. ആ വികാരങ്ങളെല്ലാം അതേ തീവ്രതയിൽ തന്നെ ബഷീറിന് അതാത് ഘട്ടങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് മുഴച്ചു നിൽക്കാതെ നമുക്ക് അതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ പോകാനായിട്ട് പറ്റുന്നത്. പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ രാഹുലിന് ഇഷ്ടപ്പെട്ട കുറേ സിനിമകളിൽ ഒരു സിനിമ തൂവാനത്തുമ്പികളാണ്. തൂവാനത്തുമ്പികളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് രാഹുലിന് പല പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ക്ലാരയെ കുറിച്ച് ഏറ്റവും കൂടുതൽ വർണ്ണിക്കുമ്പോഴും
ഞാൻ ജയകൃഷ്ണന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയിട്ടുണ്ട്. ജയകൃഷ്ണൻ അയാളോട് പറഞ്ഞതാണ്, ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞതാണ്. കല്യാണത്തെ സംബന്ധിച്ചിട്ടുള്ള അവളുടെ ഒരു ആശങ്ക ഉണ്ടാവാം, പിന്നെ കുറച്ച് സ്വാതന്ത്ര്യമോഹം ഉണ്ടാവാം. പക്ഷെ അപ്പോഴും ജയകൃഷ്ണൻ വെയിറ്റ് ചെയ്തു. അവസാനം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ടും അവൾ പോയിട്ട് ഒരു കല്യാണം കഴിച്ചു എന്നുള്ളത് എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അവൾ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ. ജയകൃഷ്ണനെ പോലെ ഒരു മുത്തിനെ കിട്ടിയിട്ട് കല്യാണം കഴിക്കാത്ത ആള് പിന്നെ പോയി കല്യാണം കഴിച്ചത് മോശമായിപ്പോ എന്ന അഭിപ്രായമുണ്ട്. ഇതെന്റെ അഭിപ്രായമാണ്. അതിന്റെ തൂവാനത്തുമ്പികളിൽ ഒരുപാട് പെർസ്പെക്റ്റീവ് നമുക്ക് എടുക്കാൻ പറ്റും. അതിനകത്ത് ഏറ്റവും സെലിബ്രേറ്റഡ് പെർസ്പെക്റ്റീവ് ആണ് ക്ലാരയുടെ പെർസ്പെക്റ്റീവ്. വേറൊരു കഥാപാത്രം ഉണ്ട് അവിടെ. ഇപ്പം ജയകൃഷ്ണനും ക്ലാരയിലൂടെയും പോകുമ്പോൾ തന്നെ അവിടെ രാധയുടെ, പാർവതിയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ട്. അതായത് മണ്ണാർത്തൊടിയിലെ ജയകൃഷ്ണന്റെ എല്ലാ തരത്തിലുമുള്ള ജീവിതങ്ങളെ പറ്റി നന്നായി ബോധ്യമുള്ള ഒരാളാണ് രാധ. എല്ലാ തരത്തിലുള്ള ജീവിതം, അയാളുടെ സോക്കോൾഡ് ദുർനടപ്പുകളെല്ലാം അറിയുന്ന ഒരാളാണ് രാധ. എന്നിട്ടും രാധ വളരെ തീവ്രമായിട്ട് തന്നെയാണല്ലോ രാധയുടെ ആംഗിളില് ജയകൃഷ്ണനോടുള്ള സ്നേഹം. കാരണം ഇതെല്ലാം അറിയാം. രാധ ജയകൃഷ്ണനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് അവർക്കൊരു വിട്ടുവീഴ്ചയില്ല. റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സീനിൽ നമ്മൾ യാത്ര ചെയ്യുക ഒന്നെങ്കിൽ ക്ലാരയിലൂടെ അല്ലെങ്കിൽ ജയകൃഷ്ണനിലൂടെയാണല്ലോ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുക റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിന്നെ ക്ലാരയും ജയകൃഷ്ണനും ഒന്നിക്കണം എന്നാണ്. പക്ഷെ അവിടെ ദൂരെ നിന്ന് നോക്കുന്ന ഒരു രാധയുണ്ട്. ഇവരെ ഒന്നിക്കരുതെന്ന് മാത്രം ആഗ്രഹിച്ചിട്ട് ആ കാഴ്ച കാണുമ്പം ഒരു ആശ്വാസം ഉണ്ടാകുന്ന ഒരു രാധയുടെ കഥാപാത്രമുണ്ട്. അപ്പൊ അത് തൂവാനത്തുമ്പികൾ ഭയങ്കര കോംപ്ലക്സിറ്റിയുടെ ഒരു സിനിമയാണ്. അതുപോലെ തൂവാനത്തുമ്പികൾ പോലെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാധാമാധവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ഞാൻ പറഞ്ഞത് ആഘോഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പം ഞാൻ അങ്ങനെ പറയുന്നത് മോശമായെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു കോമൺ സിനിമ തൂവാനത്തുമ്പികളാകുമ്പോൾ രാധാമാധവ് അത്രയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. രാധാമാധവത്തിനകത്ത് ഒന്ന് ഈ അച്ഛനും മകനും വളരെ അടുപ്പമുള്ള ഭയങ്കര സൗഹൃദമുള്ള രണ്ടുപേര്. മകനും എന്ന് വെച്ചാൽ വളർത്തുമകനാണല്ലോ, മകനും കാമുകിയും തമ്മിൽ വളരെ വളരെ വലിയ ബന്ധമുണ്ടാകുന്നു. ഈ അച്ഛനും രണ്ടാം ഭാര്യയും തമ്മിൽ, തിലകനും ഗീതയും തമ്മിൽ വളരെ സ്നേഹബന്ധം, തിലകനും ജയറാമും തമ്മിൽ നല്ല ബന്ധം. അപ്പം ഇതെല്ലാം ഉള്ളപ്പോഴും ഈ അച്ഛൻ്റെ രണ്ടാം ഭാര്യയായ ഗീതയും ജയറാമിന്റെ കഥാപാത്രവും തമ്മിൽ ഒരു വലിയ സ്നേഹബന്ധം ഉണ്ടാകുന്നുണ്ട്. ഒരു അങ്ങേയറ്റം ഒരു മാതൃപുത്ര സ്നേഹമാണ് അവർക്കിടയിൽ രൂപപ്പെടുന്നത്. പക്ഷെ ഇത് രണ്ടാനമ്മ ആയതിന്റെ പേരിൽ മാത്രം ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ പേരിലുണ്ടാകുന്ന ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര സിനിമയാണ് രാധാമാധവ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആ ജോണറിൽ ഇറങ്ങിയിട്ടുള്ള ബാക്കി എല്ലാ സിനിമകളും ഒരുപാട് ആഘോഷിക്കപ്പെട്ടപ്പോൾ അത്ര കണ്ട് രാധാമാധവ് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെടാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സിനിമയാണ്. ആ സമയത്ത് ഒരുപാട് സിനിമകളുണ്ടല്ലോ. എല്ലാ സിനിമകളും ഇങ്ങനെ ഭയങ്കര രസമാണ്. ഇപ്പോഴത്തെ സിനിമകൾ മോശമാണെന്നല്ല, ഇപ്പോഴത്തെ സിനിമകൾ വളരെ രസമാണ്. രാഹുൽ അത് പറയുമ്പോൾ അത് ഹരി ചിറ്റയെ കാണാൻ വേണ്ടി വരുന്ന സീൻസുകളിൽ സത്യത്തിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ എനിക്ക് അഫെക്ഷൻ ആയിരുന്നു അവരോട് തോന്നിയത്. അതായത് ഹരിക്ക് അങ്ങനെ ഒരു അഫെക്ഷൻ ഉണ്ടാവും എന്നാണ് എൻ്റെയും മനസ്സ് ചിന്തിച്ചത്. അപ്പം അഫെക്ഷനേറ്റായിട്ട്, പക്ഷെ എന്നാൽ പേടിയുണ്ട്, ഇതെന്താണ് ഏതാണ് നമുക്ക് തന്നെ അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ തന്നെ ലോഹിദാസ് എഴുതിയിരിക്കുന്നത് ലോഹിദാസ് ആണല്ലോ. ആ വഴിയിലൂടെ നമ്മൾ നയിച്ചു. അപ്പൊ ഹരിയും ചിറ്റയും കൂടെ കാണാൻ വേണ്ടിയിട്ടുള്ള സീൻസ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് ആ ടൈമിൽ. പക്ഷെ ഇന്ന് വേറൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമുക്കൊരു പേടിയും ഇവർ തമ്മിൽ വേറൊന്നും ആകരുത് എന്നുള്ളൊരു ആഗ്രഹവും ഒക്കെ നമുക്ക് ആ സമയത്ത് രൂപപ്പെടും. എന്നിട്ട് ഇവർ കണ്ടാൽ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ എന്താ പറഞ്ഞത്, ഈ കോംപ്ലക്സിറ്റീസ്, റിലേഷൻഷിപ്പ് കോംപ്ലക്സിറ്റീസിനൊക്കെ ഭയങ്കര മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഞാൻ ഈ അടുത്തിപ്പോൾ കണ്ടിട്ട് കുറെ ആയെങ്കിലും ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളൊരു സിനിമയാണ്. ഈ തൂവാനത്തുമ്പികളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഈ തൂവാനത്തുമ്പികളിൽ ഈ ക്ലാര പറയുന്നത് മലയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു മുറിവിനോടും മാത്രം ബന്ധമുള്ള ചങ്ങല, അപ്പം ആ കണ്ണി എന്ന് പറയുന്നത് ലാലേട്ടന്റെ ക്യാരക്ടറാണല്ലോ, ആ കണ്ണിയോടും ജയേഷനോട് മാത്രം, ഒരു മുറിവിനോട് മാത്രം, മുറിവിലെ ആ കണ്ണിയോട് മാത്രം ബന്ധമുള്ള മുറിവാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവൾ പറയുന്നത്. അത്രയേറെ ജയേഷനെ ഇഷ്ടപ്പെട്ടിട്ടും ജയേഷൻ ഒത്തിരി പറയുന്നുണ്ട്, 3-4 തരത്തിൽ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും അവള് പിടികൊടുക്കുന്നില്ല. എന്നിട്ട് അവള് ഈ സ്വതന്ത്രമായി പോകുന്നുണ്ട്. അപ്പോഴും അയാൾ ആരാധിച്ചിരുന്നു എന്ന് പറയുന്ന ജയകൃഷ്ണന്റെ ഒരു മനസ്സുണ്ട്. അപ്പൊ ആ ജയകൃഷ്ണൻ ആ സമയത്തും ഈ രാധ വരുമ്പോഴും ഒക്കെ ജയകൃഷ്ണൻ അവളെ തന്നെ സ്വപ്നം കണ്ടിരിക്കുക, അവൾ വീണ്ടും വരുമെന്ന് തന്നെ ജയകൃഷ്ണൻ അവസാനം വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന ജയകൃഷ്ണന്റെ ഒരു നിഷ്കളങ്കതയുണ്ട്. ജയകൃഷ്ണൻ
അതർ സൈഡ് വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് കാണിച്ചു തന്ന ഒരു ജയകൃഷ്ണന്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ട്. പലരുമായും ബന്ധമുള്ള ഒരാൾക്കും ഏതെങ്കിലും ഒരാളോട് വളരെ സിൻസിയർ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു ക്യാരക്ടറാണല്ലോ ജയകൃഷ്ണനിലൂടെ കാണുന്നത്. അപ്പം എത്ര പ്രണയം ഉണ്ടാകുന്ന മനുഷ്യന്മാർക്കും ഒരു പ്രണയം വളരെ സിൻസിയർ ആയിരിക്കും എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു ഒരു ചിന്താഗതിയാണല്ലോ അത്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് സീനിൽ നമ്മൾ ഇനിയും കൺവിൻസ്ഡ് അല്ലാത്ത പോയിന്റ് ഉണ്ട്. അത് ക്ലാര ആ തീരുമാനം എടുക്കുന്നത് ക്ലാരയ്ക്ക് വേണ്ടിയിട്ടാണോ, ജയകൃഷ്ണന് വേണ്ടിയിട്ടാണോ, അതോ പിന്നെ രാധയ്ക്ക് വേണ്ടിയിട്ടാണോ, അതോ ഇനിയും സോമന്റെ ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു സഹാനുഭൂതി കൊണ്ടാണോ? കാരണം അങ്ങനെ ഒരു എമ്പതി ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണല്ലോ ത്രൂ ഔട്ട് ക്ലാര അതിനകത്ത് പിക്ചറൈസ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ 4 പേരിൽ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതൊന്നും അല്ലാതെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമുക്കിപ്പോഴും കൺവിൻസ്ഡ് അല്ല ഏത് പോയിന്റിലാണ് ആ തീരുമാനം എടുക്കുക എന്ന്. ഒരുപക്ഷെ എഴുത്തുകാരനല്ലാതെ വേറൊരാൾക്കും അറിയില്ലായിരിക്കും. ചിലപ്പോൾ അദ്ദേഹവും ചിന്തിച്ചിട്ടുണ്ടാകില്ല. അദ്ദേഹവും എഴുതിയപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നതെന്ന് ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കും. പക്ഷെ ഒരു മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ട് എന്തിനാണ് ആ തീരുമാനം എന്നുള്ളൊരു ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അതിന്റെ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രീമാരൻ തമ്പി സാർ എഴുതിയ ആരാരെ ആദ്യം ഉണർത്തി ആരാരുടെ നോവ് പകർത്തി എന്നാണ്, ആരാരുടെ ചിറകിൽ ഒതുക്കി അറിയില്ലല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മൾ നടത്തി നോക്കുമ്പോൾ പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ആരുടെ നോവ് പകർത്തി, അപ്പൊ ആ നോവ് എന്ന് പറയുന്നത് ഒരു പ്രണയത്തിലൂടെ ഉണ്ടായ ഒരു നോവാണ്. അപ്പൊ അതെന്താണ് എന്നുള്ള ചോദ്യമാർക്ക് കേട്ട് സംസാരിക്കും. അതിലെ പാട്ട് മനോഹരമാണ്, എല്ലാ പാട്ടും മനോഹരമാണ്. അതിനേക്കാളൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രത്യേകിച്ച് എനിക്കൊന്ന് വാർത്തുമ്പികൾ ഇറങ്ങിയിട്ട് കുറഞ്ഞതൊരു 4 പതിറ്റാണ്ടിനോട് എടുക്കുന്നുണ്ടല്ലോ തൂവാൻതുമ്പികൾ ഇറങ്ങിയിട്ട്. അപ്പൊ ഈ 4 പതിറ്റാണ്ട് എടുക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ ഇൻസ്റ്റാഗ്രാം റീൽസിലും മഴയെപ്പറ്റി സംസാരിക്കാൻ, പ്രണയത്തെപ്പറ്റി സംസാരിക്കാൻ മദർ സുപ്പീരിയറിന് കത്തെഴുതുമ്പോഴത്തെ ഇതാണല്ലേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എത്ര ലാസ്റ്റിംഗ് ആണ്. പാട്ടുകൾ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കുറേ കൂടെ കൺവിൻസ്ഡ് ആണ്. കാരണം അത് ആ മൊമെന്റിന്റെ ഒരുപാട് ഇന്റൻസിറ്റിയെ കാണിക്കാനായിട്ട്, ഡയലോഗുകളെ ചുരുക്കാനായിട്ട്, ഒരു വലിയ തീമിനെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാനൊക്കെ ആയിട്ട് പാട്ടിന്റെ വരികളുണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ഇത് നമുക്ക് ഇപ്പം എനിക്ക് പാടാൻ അറിയില്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ പാടുന്നില്ല. അപ്പം ഈ പാടാൻ അറിയാൻ പാടില്ലാത്ത ഒരാൾക്കും പാട്ട് പറയാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയാൻ പറ്റില്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ താളത്തിൽ തന്നെ മ്യൂസിക് ഇട്ടാൽ മാത്രമേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു ഭയങ്കര മാജിക്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു മാക്സിമം ആണ്. ജോൺസൺ മാഷ് അതെ അതെ ലെവൽ അതെ അതെ പെരുമ്പാവൂർ സാറാണ് ചെയ്തത്. ജോൺസൺ മാഷ അൾട്ടിമേറ്റ്. അത് അടിപൊളി പരിപാടിയാണ്. അതെ അതെ അതെ. ഈ യുവാക്കളുടെ പലതരത്തിലുള്ള സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അരിക എന്ന് പറയുന്ന ആപ്പ്, അപ്പം ഇതിനൊക്കെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അപ്പം എനിക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനാണെങ്കിൽ ഇപ്പൊ അരിക ആപ്പില് രാഹുൽ മെമ്പർ അല്ല എന്ന് വിചാരിക്കുന്നു. അതെന്താ മെമ്പർ ആവാത്ത? അല്ല, ഈ ഞാൻ പറഞ്ഞതേ ഇതൊന്നും പുതിയ കാര്യമല്ല. ഇപ്പൊ അതിനൊന്ന് ഒരു ആപ്പിലൂടെ കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടി ഒരു ആപ്പ് വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പം എന്താ ഇത് പറയുന്നത്? ഓരോരോ കാലഘട്ടത്തില് പല പല ബന്ധങ്ങളെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്. ഇപ്പം അതിങ്ങനെ അരികെ പറയുമ്പോഴാണ് നമുക്ക് ഇതൊരു ശരിയാണോ തോന്നുന്നത്? ഇങ്ങനെ ഒരാൾക്ക് പല കാലഘട്ടത്തിൽ പല ബന്ധങ്ങളാകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അത് എത്ര സ്വാഭാവികമായിട്ടാ മറ്റേ ചേരൻ ഓട്ടോഗ്രാഫിൽ ചെയ്തിരിക്കുന്നത്. ഓട്ടോഗ്രാഫിൽ ഇത് തന്നെയല്ലേ. ഓട്ടോഗ്രാഫിൽ സ്കൂളിൽ പഠിക്കുമ്പം ഒരു ബന്ധം, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പം വേറൊരു ബന്ധം, അത് കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഇതൊന്നുമല്ലാത്ത ഒരു ബന്ധം, അത് കഴിഞ്ഞ് പിന്നീട് ഒരു സൗഹൃദം, ഇനി ഇതൊന്നുമല്ലാത്ത, ഞാൻ ഓട്ടോഗ്രാഫ് കണ്ടിട്ടില്ലാത്ത ആർക്കെങ്കിലും സ്പോയിലർ ആകുന്നില്ല, ഇതൊന്നുമല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ട് കല്യാണം വിളിക്കാനായിട്ട് ഈ സ്കൂളിൽ പഠിച്ച ആളെ തൊട്ട് കാണാൻ പോകുന്നൊരു യാത്ര. പല ബന്ധങ്ങളല്ലേ. അതെ അതെ. അതിലേതെങ്കിലും നമുക്കൊരെണ്ണം അസ്വാഭാവികമായിട്ട് തോന്നിയോ? ഒരെണ്ണം പോലും നമുക്ക് അസ്വാഭാവികമായിട്ട് തോന്നുന്നില്ല. നമുക്കതിനകത്തെ ഓരോ പ്രണയങ്ങളോടും നമുക്കും പ്രണയമുണ്ട്. ചേരൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രണയമുണ്ട്, കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രേമമുണ്ട്. അപ്പൊ എല്ലാവരോടും അവസാനം സ്നേഹയോട് വരെ നമുക്ക് പ്രേമം ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചേരൻ ഇങ്ങനെ വേറൊരാളെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പം അത് അങ്ങനെ തന്നെ അവതരിപ്പിച്ചു. പോട്ടെ, ഭയങ്കരമായി ആഘോഷിക്കപ്പെട്ട സിനിമയല്ലേ നമ്മുടെ വാരണമായിരം. വാരണമായിരത്തിൽ എന്താ, സൂര്യക്ക് മേഘ്നയോട് ഉണ്ടാകുന്ന ഒരു വളരെ വലിയ ബന്ധം, ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയം, അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട് മേഘ്ന കൊല്ലപ്പെടുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതോടുകൂടി നമ്മൾ തീരുമ്പോഴാണല്ലോ പിന്നെ അഞ്ചല എന്നുള്ള പാട്ടൊക്കെ വരുന്നു. അതൊക്കെ നമ്മുടെ ഈ
റിപ്പീറ്റഡ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടാണ്. രാഹുലിന്റെ അതെ അതെ അതെ, എൻ്റെ റിപ്പീറ്റഡ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടാണ്. അപ്പം അത് അവിടെ കഴിഞ്ഞു എന്നാണല്ലോ വിചാരിക്കുന്നത്. അല്ല പിന്നെ അടുത്ത ആളിലേക്ക് അത് എന്താ പറയാ, ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ നമുക്കിങ്ങനെ ഉണ്ടാകലുണ്ട്. അതിപ്പോ അരികെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊന്ന് ആപ്പാക്കി എന്നുള്ളതല്ലാതെ അത് സംഭവിക്കുന്നുണ്ട്. അതെ, അതിൽ രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ വലിയ വൈകാരികമായിട്ടുള്ള ഹൃദയബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് നമ്മളും ചത്തിരിക്കുകയാണ്. അതെ അതെ അതെ. പക്ഷെ മറ്റവളെ പ്രേമിച്ചു തുടങ്ങുമ്പോൾ അതെ അതെ, മറ്റേ കൊച്ചിനെ നമ്മൾ മറന്നു. ഒടുക്കത്തെ ഇപ്പൊ നമ്മൾ അനൽമേലെ പനിത്തുള്ളിയാണ് ഏറ്റവും ഞാനൊക്കെ റിപ്പീറ്റ്, ഞാൻ എത്ര പ്രാവശ്യം കണ്ടു എന്ന്. ഞാനത് എന്റെ റിപ്പീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ബോധപൂർവം പാട്ടുകളിലൂടെ ചില മൂഡ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ബോധപൂർവ്വം ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാനങ്ങ് തീരുമാനിക്കും ഒരു ലോസ്റ്റ് മൂഡ് ഒന്ന് വേണം എന്ന് തീരുമാനിക്കുമ്പോൾ ഞാനിങ്ങനെ 3-4 പാട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ. അപ്പൊ ആദ്യം ആഞ്ചല എന്നുള്ള പാട്ട്, വർണ്ണമയത്തിലെ പാട്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ആഷിഖ് 2-ലെ ഹിറ്റ് പാട്ടുകൾ വേറെയാണെങ്കിലും ഭുലാദേന മുച്ച എന്നുള്ള പാട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നേരെ ആ പാട്ടിടും. അതിനുശേഷം അഴലിന്റെ ആഴങ്ങളിലൊന്നിടും. പിന്നെ എന്നിട്ട് അവസാനം ഈ മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ എന്നുള്ള പാട്ട്. രാഹുലിന്റെ പ്രണയിനികൾക്ക് മൊത്തം ഉൾപ്പെടുന്ന പാട്ടുകൾ പറഞ്ഞു. ഇൻസ്റ്റ അഴലിന്റെ ആഴങ്ങൾ പറഞ്ഞു, വാരണമായിട്ടും പറഞ്ഞു, അതേപോലെ തന്നെ ആഷിഖ് 2 പറഞ്ഞു. അപ്പം എല്ലാവർക്കും സാധ്യതയുണ്ട്, ആരും പിന്മാറരുത്. അങ്ങനെയല്ല, അത് നമുക്കൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും. ഇന്ന് ഞാൻ നാട്ടിലുണ്ട്, തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതാണ്. ഞാൻ മുൻപ് ഭാഗമായിരുന്നൊരു സ്ഥാപനത്തിന്റെ 60ാം വാർഷികത്തിൽ പോയി. അപ്പൊ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവര് MLA ആയതിനൊരു ആദരവ് തരികയാണ്. അപ്പോൾ അതിനകത്ത് അവരൊരു 2 മിനിറ്റ്, അപ്പൊ ഞാനൊരു പാരലൽ കോളേജ് അധ്യാപകൻ കൂടിയായിരുന്നു ദീർഘകാലം. അപ്പം അവരൊരു 2 മിനിറ്റ് പഴയ ഫോട്ടോസ് എല്ലാം കൂടെ വെച്ചിട്ടൊരു വീഡിയോ ഇട്ടു. വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഭയങ്കരമായി നൊസ്റ്റാൾജിക്കായി കഴിയുമ്പോൾ ഞാനിപ്പം കുറച്ചു മുന്നേ കണ്ട ജോബി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അളിയെ ഞാൻ ഭയങ്കര നൊസ്റ്റാൾജിയിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടൂര് തൊട്ട് തിരുവനന്തപുരം വരെ ഈ നൊസ്റ്റാൾജിക് സോങ്ങുകളുടെ ഒരു വേലിയേറ്റമായിരുന്നു. അത് കാറ്റാടിത്തണലിൽ തുടങ്ങി, പിന്നെ മനസ്സിന് മറയില്ലയിൽ തുടങ്ങി എന്ന് വേണ്ട അക്കാലത്ത് നമ്മുടെ കുറെ പാട്ടുകളുണ്ടായിരുന്നു. നമ്മുടെ നൊസ്റ്റാൾജിക് കളക്ഷൻസിലുള്ള മുഴുവൻ പാട്ടുകൾ. അപ്പം എൻ്റെ കൂടെയുള്ള ആളുകൾ എന്ന് പറയുന്നത്, അപ്പം ഞാൻ 90s കിഡും അവരെല്ലാം 2K കിഡ്സുമാണ്. അപ്പൊ ഈ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ രസകരമായിട്ട് 2K കിഡ്സ് എന്നെ ആക്കാറുണ്ട്, 90 കിഡ്സ് എന്ന നിലയിൽ അവരെ ആക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോവുകയാണ്. അപ്പൊ ഈ 2K കിഡ്സിൽ ഇവരിങ്ങനെ പുച്ഛത്തോടു കൂടി ഇതൊക്കെ ഏത് പാട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അന്നത്തെ കാലത്തെ പ്രണയഗാനങ്ങൾ മാത്രമല്ല, അന്നത്തെ കാലത്തെ എല്ലാ പാട്ടുകളോടും നമ്മൾ കേട്ടിപ്പം കാടിറങ്ങി ഓടി വരും ഒരു മൂകനായ കാട്ടുകടു വേട്ടയാടി ആടി ഇതൊഴിവാ എന്നുള്ള പാട്ട് വരെ എന്ന് വേണ്ട ആ കാലഘട്ടത്തിലെ എല്ലാ പാട്ടുകളും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് അവന്മാരെ വെറുപ്പിച്ച്. അപ്പൊ എന്നോടൊപ്പം റിനോ എന്ന് പറയുന്ന എൻ്റെ ഒരു സഹപ്രവർത്തകനുണ്ട്. അപ്പം ഞങ്ങള് ഏകദേശം ഒരേ പ്രായക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും ഇത് കണക്റ്റഡ് ആണ്. ഏറ്റവും ഇതൊക്കെ ഏത് പാട്ടട ഇപ്പൊ ഈ കട്ടുറുമ്പിന്റെ കല്ല്, അന്നത്തെ കാലത്ത് നമ്മള് പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അടിച്ചുപൊളി പാട്ടുകളൊന്നാണല്ലോ, കട്ടുറുമ്പിന് കല്യാണം, പൊട്ടുകുത്തണ പാപ്പാത്തി എന്നൊക്കെയുള്ള പാട്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പാട്ടുകൾ മലയാളത്തിലുണ്ടോ? അന്നത്തെ ഹിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്ന പാട്ടുകളാണല്ലോ ഇവന്മാരൊക്കെ കേൾക്കുന്നത്. ഈ പിന്നെ 2K കിഡ്സ് അവന്മാർക്ക് പിന്നെ പ്രേമനഷ്ടം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ 90 കിഡ്സിന്റെ പാട്ടിലേക്ക് ഇവന്മാരാകെ വരുന്നത്. അന്നേരം വന്നിട്ടാണല്ലോ ഒന്ന് എടുത്തിട്ട് പോകുന്നത്. അപ്പൊ ബാക്കി ഈ പാട്ടുകളൊന്നും ഇവന്മാർക്ക് എടുക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ ട്രോൾ മെറ്റീരിയൽ ആയിട്ടാണല്ലോ ഇവന്മാർ ഇതൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് അപ്പം അതിനകത്ത് അവന്മാർക്ക് കണക്റ്റഡ് ആയ പാട്ട്, ഇപ്പം മനസ്സിന് മറയില്ല എന്നുള്ള പാട്ട് മാത്രമാണ് അവന്മാർക്ക് എനിക്കൊന്ന് കണക്റ്റഡ് ആയത്. കാരണം അത് മനസ്സിന് മറയില്ല എന്നുള്ള പാട്ട് എല്ലാ കോളേജ് സെന്റ് ഓഫുകളുടെ മാൻഡേറ്ററി സോങ് ആണല്ലോ. അതുകൊണ്ട് മാത്രം അവന്മാർക്ക് അത് കണക്റ്റഡ് ആയി. ബാക്കി ഭയങ്കര നമുക്ക് പക്ഷെ നമ്മള് വേറെ ലോകത്താണ്. പക്ഷെ അഴലിന്റെ ആഴങ്ങളിൽ ഇപ്പോഴും വരുന്ന ഒരു സാധനമാണ്. അഴലിന്റെ ആഴങ്ങൾ കുറച്ചും കൂടെ ഒരു പുതിയ പാട്ടാണ്, താരതമ്യേന കുറച്ചും കൂടെ പുതിയ പാട്ടാണ്. പക്ഷേ ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് അതിന്റെ വരികൾ എത്ര മനോഹരമാണ്. ഒരു വിരഹത്തെ മാക്സിമം റൊമാൻറ്റിസൈസ് ചെയ്തൊക്കെയാണല്ലോ. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി എന്ന് പറയുന്നതിനപ്പുറം എന്താ നമുക്ക് പറയാനുള്ളത്? അതുപോലെ എനിക്ക് ഈ മരണമായതുകൊണ്ടാണ് ഈ റഫീഖ് അഹമ്മദിന്റെ മരണമെത്തുന്ന നേരത്ത് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു
മരണം എന്നൊക്കെ കേൾക്കാനുള്ള ഒരു അസ്വസ്ഥമുണ്ട്. പക്ഷെ അത് എത്ര മനോഹരമായൊരു പ്രണയഗാനമാണ് അല്ലേ? മരണം എത്തുന്ന നേരത്ത് എൻ്റെ അരികിൽ നീ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും അല്ലേ, ഒടുവിൽ അകത്തേക്കെടുക്കുന്ന ശ്വാസത്തിന്റെ കണികയിൽ നിന്റെ ഗന്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും അല്ലേ, മനോഹരമായ പ്രണയഗാനമാണ് മരണമെത്തുന്ന നേരം. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പാട്ട് ഇനി രാഹുലിന് അയച്ചു കൊടുക്കണം. അപ്പൊ രാഹുൽ എല്ലാവർക്കും മറുപടി തരും. അപ്പൊ 3-4 പരിപാടികൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാഹുൽ ശരിക്കും ഇത്രയും സുമുഖനും സുന്ദരനും സൽസ്വഭാവിയും സർവോപരി ഗ്ലാമറസ് ആയിട്ടുള്ള പൊസിഷനിലുള്ള മനുഷ്യനാണ്. അവിടെ റൂഫിൽ തലയിടിച്ചിട്ട് താഴെ എത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രണയത്തെ കുറിച്ചൊന്നും ഇവിടെ നാട്ടില്, അതായത് റൂമേഴ്സ് അല്ലാതെ റിയൽ ആയിട്ട് ഒരു സാധനം കിട്ടാനില്ല, ഒരു മെറ്റീരിയൽ കിട്ടാനില്ല. ഞാൻ തപ്പി നോക്കിയപ്പോ റിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇല്ല. ഇത്രയേറെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഇത്രയേറെ ഇങ്ങനെ നിൽക്കുന്ന ആള്, നമ്മളിപ്പോ തമാശക്ക് പറയുകയാണെങ്കിൽ വിജൃംഭിച്ച് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഈ പ്രണയത്തെ എങ്ങനെ ഇത്രയും മറച്ചു വെക്കാൻ കഴിയുന്നത്? ജീവിതത്തിൽ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പ്രണയമേ ജീവിതത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ ക്യാമറ പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാമറ പോലും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കടുക്കുകയും ചെയ്യുന്നില്ല. വളരെ ഇന്റൻസ് ആയിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈഫിന്റെ പാർട്ടാണല്ലോ അതൊക്കെ. അതുപോലെ ഈ ഡൽഹി കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ നമുക്കൊരു വിഷനാണ്. ഒന്നാമത് കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അവിടെ കുറച്ചുകൂടെ നമ്മൾ വളരും, അതേപോലെ തന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടും. ആ കാലഘട്ടത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഡൽഹി പഠനം ഭയങ്കര, അതായത് നമ്മളിവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ കളിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് തെറ്റല്ലാത്തൊരു അക്കാദമിക് പശ്ചാത്തലവുമായിട്ടാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എഴുതിയിട്ട് പോകുന്നത്. അപ്പോൾ സെയിൻറ്റ് സ്റ്റീഫൻസ് പഠിക്കാൻ പോകുന്നു. അപ്പോൾ അത് നമ്മുടെ സ്വപ്ന ക്യാമ്പസാണ് സ്റ്റീഫൻസ്. യൂണിവേഴ്സിറ്റിയിലെ മികച്ച മാർക്കുകളൊന്ന് കാലഘട്ടത്തിൽ നമുക്കുണ്ട്. അതൊരു പൊങ്ങച്ചായിട്ട് പറഞ്ഞതല്ല, ഉണ്ട്. അപ്പം അന്ന് നമുക്കതൊരു പൊങ്ങച്ചായിട്ടൊക്കെ തോന്നിയിരുന്നു. നമ്മളിങ്ങനെ നല്ല മാർഗ്ഗമാണല്ലോ എന്നൊക്കെ ഉള്ളൊരു പൊങ്ങച്ചവുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പം നമ്മളൊന്നുമേ അല്ല എന്ന് ബോധ്യപ്പെടാനായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ച് സ്റ്റീഫൻസിലൊക്കെ ഒരു പഠനം ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. കാരണം പല യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സാണ് അവിടെ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സാണ്. അപ്പോൾ അവരുടെ ഒന്നും മുന്നിൽ നമ്മളൊന്നും അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നല്ല അധ്യാപകരുണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. കുറച്ചുകൂടെ ഒരു ഹിസ്റ്ററിയെ സീരിയസ് ആയിട്ട് എടുക്കാൻ, ഒരു മുഴുവൻ സമയ പൊതുപ്രവർത്തകനായിരുന്നില്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നു ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചരിത്രകാരനായ ഹിസ്റ്റോറിയനായിട്ട് തന്നെ ഉള്ളൊരു അധ്യാപകൻ, ഒരു കോളേജ് അധ്യാപകനാകാൻ തന്നെ ആഗ്രഹിച്ച ആ വഴിയിലൂടെ തന്നെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഹിസ്റ്ററിയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. PhD ചെയ്യുന്നുണ്ട്. പിന്നെ ഡൽഹിയുടെ വേറൊരു ശീലം ചായ കുടി ഭയങ്കര ശീലമാക്കി തന്നത്. ഈ ചായ കുടിക്കാൻ പോകാന്ന് പറഞ്ഞൊരു ഇവന്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് സൗഹൃദം പങ്കിടാനായിട്ട്, സ്നേഹം പങ്കിടാനായിട്ട്, വർത്താനം പറയാനായിട്ട്, വിശേഷങ്ങൾ പറയാനായിട്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്, കോംപ്രമൈസ് ടോക്ക്, പിന്നെ മീറ്റപ്സ്, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു കാരണമാണ് ചായ കുടിക്കാൻ പോലെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അപ്പം ചായ കുടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ കോളേജിന്റെ പുറത്തുള്ള 2 സുഹൃത്തുക്കൾ എനിക്കുണ്ടാവും. അപ്പം ഞങ്ങൾ രാത്രിയിൽ ചായ കുടിക്കാൻ പോകും. അത് ഇവിടുത്തെ ഒരു ശീലമാണ്. അപ്പം ഒരിക്കൽ പോകുമ്പം അപ്പം ഇവര് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേന് ഗേറ്റ് മാറിയിട്ട് അപ്പോൾ ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ അടഞ്ഞിടക്കാണ്. അപ്പം നമ്മളിങ്ങനെ ഈ ഗേറ്റിനെ ചാടാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. ഇങ്ങനെ ഒരു ചാടാനായിട്ടൊരു ശ്രമം എന്ന് വെച്ചാൽ നമ്മൾ വളരെ കാഷ്വാലിറ്റി ചെയ്തതാണ്, കോളേജിൻ്റെ ഗേറ്റ് ചാടുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പം എല്ലാ സൈഡിൽ നിന്നും, അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടേ ഉള്ളൂ, എല്ലാ സൈഡിൽ നിന്നും പട്ടാളക്കാർ തൂക്കുമായിട്ട് വന്നിട്ട് ഇങ്ങനെ തൂക്ക് പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പം ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് ഭയന്നുപോയി. എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല. ഒന്ന് ഈ തൂക്കൊക്കെ കണ്ടിട്ട് വായിൽ നിന്ന് വർത്താനം വരുന്നില്ല. അപ്പം ആകെ ഇങ്ങനെ വിറങ്ങലിച്ച് തോക്കൊക്കെയാണല്ലോ, ബാക്കിയൊന്നും അല്ലല്ലോ, എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങളുടെ പ്രൊഫസറാണ് ഉപീന്ദർ കൗർ. ഉപീന്ദർ കൗർ മൻമോഹൻ സിംഗിന്റെ മകളാണ്. അപ്പം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. അപ്പം ഉപീന്ദർ കൗറിന്റെ ഒരു പെരുമാറ്റവും അവരുടെ അധ്യാപനവും ഒന്നും കണ്ടു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ മകളാണെന്നുള്ള ഒരു ഭാവമോ ഒരു തോന്നലോ നമുക്കില്ല. അപ്പൊ ഈ പ്രധാനമന്ത്രിയുടെ മകൾക്ക് സുരക്ഷയുണ്ട്. അപ്പം ഇവരുടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തൂടെയാണ് ഈ പോകുന്നത്. അപ്പൊ ഇവരെന്തോ ട്രസ്പാസസ് ആണെന്ന് എഴുതിയിട്ടാണ് ഇവര് സെക്യൂരിറ്റി ഗാർഡ്സ് അലർട്ടായിട്ട് ചാടി വീണത്. എൻ്റെ എന്തൊരു ഭാഗ്യത്തിന് വെടിവെച്ചിട്ടില്ല എന്നുള്ളതില്ല. അപ്പം പിന്നെ ഇങ്ങനെ കാർഡൊക്കെ കാണിച്ചു. ജീവിതത്തിൽ ഏറ്റവും ഭയന്നൊരു നിമിഷം. അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ഒട്ടും ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. ചായ കുടിക്കാൻ മതിരിയാടുമ്പോഴത്തേക്കിന് പട്ടാളക്കാർ തൂക്കുമായിട്ട് വളയുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അങ്ങനെ അത്തരം എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓർക്കുമ്പോൾ രസമാണ്.
അന്ന് ഭയങ്കരമായിട്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ ഭീകരമായി പേടിച്ചു. എന്താ സംഭവിക്കുന്നു, വാക്ക് വരുന്നില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചായ കൂടി ഡൽഹി തൊട്ടുള്ളൊരു ശീലമാണ്. പിന്നെ ഡൽഹിയിൽ നിന്ന് കിട്ടിയ വേറൊരു ശീലം ഒരു ദുശീലമായിട്ട് ഉപേക്ഷിച്ചൊരു സാധനമാണ്. അത് ഡൽഹി ശീലങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ഡൽഹി പഠിക്കാൻ പോയ കാലം തൊട്ട് ഈ വെള്ളത്തിന് പകരം കോള ചൂസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അമിതമായി കോള കുടിക്കും. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം. ഇപ്പം പറഞ്ഞാൽ ഞാൻ എണ്ണം പറഞ്ഞത് ട്രോളായിട്ട് എൻ്റെ നെഞ്ചത്ത് തന്നെ വരും എന്നുള്ളത് കൊണ്ട് ഞാൻ എണ്ണം പറയാത്ത രീതിയിൽ കോള കുടിക്കും. അപ്പം ഒരു 2011 തൊട്ട് 2017 വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കോള കൺസ്യൂം ചെയ്യുന്നു. അപ്പം 2017 എൻ്റെ ഒരു ഫ്രണ്ടിന് ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടിയിട്ടൊരു ഫുൾ ബോഡി ചെക്കപ്പ് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എന്നെ കൂട്ടിന് ഞാനും കൂടെ പോവാണ്. നമ്മുടെ അടുത്ത സുഹൃത്താണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതൊരു ഫുൾ ഡേ പ്രക്രിയയാണ്. തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലാണ് പോകുന്നത്. ഇതൊരു ഫുൾ ഡേ പ്രക്രിയ ആകുമ്പം നമ്മളും ഇതിന്റെ പാർട്ടാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇത് ഇത്രയും സമയം നീ കൂടെ നിൽക്കണം, എന്നാ പിന്നെ ഇതങ്ങ് ചെയ്തേരെന്ന് പറഞ്ഞു. നമുക്ക് എന്താ ഇത് ചെയ്യേണ്ട കാര്യം എന്താ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ബോറടിച്ചിരിക്കുകയാണല്ലോ, എന്നാ പിന്നെ ആ ടൈം ചെയ്യുന്നില്ല, നമ്മളും ചെയ്തു. നമുക്കൊരു അസുഖമൊന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ ഇങ്ങനെ നോക്കി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഹോൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ അവസാനം എത്തിയപ്പോൾ ഡോക്ടർ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ കാഷ്വലായിട്ട് ചെല്ലുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, മദ്യപിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ മദ്യപിക്കില്ല. അല്ല, മദ്യപിക്കാറുണ്ടോ? ഇല്ല, മദ്യപിക്കുമെന്ന് പറയുന്നതിനകത്ത് കുഴപ്പം. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് വളരെ കൂടുതലാണെന്ന്. ഇത് വലിയ നമ്പറാണ് ട്രൈഗ്ലിസറൈഡ്. അപ്പം എന്നോട് ചോദിച്ചു, വേറെ ശീലങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ശീലങ്ങളൊന്നും പറയുമ്പം ഇത് പറയുന്നില്ല, കാരണം ഇതൊരു മോശം കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ്, പിന്നെ അത് കഴിക്കും, ഇത് കഴിക്കും, നോൺ വെജ് കഴിക്കും, ഒക്കെ കഴിക്കും, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഫാസ്റ്റ് ഫുഡ് കഴിക്കും, പക്ഷേ ഇത് മാത്രം പറയുന്നില്ല. അപ്പം ചോദിച്ചു, അല്ലല്ല വേറെ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞു, ഇങ്ങനെ കോള കുടിക്കുന്നു. അപ്പോൾ അന്നേരം അയാൾ പറഞ്ഞു, സ്വിച്ച് ഇട്ട് അതുപോലെ നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2017 ശേഷം പിന്നെ കോള കുടിച്ചിട്ടേ ഇല്ല എന്നല്ല, ഇപ്പം വളരെ സാഹചര്യവശാൽ 1-2 തവണ കുടിച്ചിട്ടുള്ളതല്ല ഞാൻ കുടിക്കാറ്. അപ്പം അങ്ങനെ ഡൽഹിയുടെ ശീലങ്ങൾ നിർത്തിയൊരു ശീലം അതാണ്. ഇന്ന് രാവിലെ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഡിസ്കഷൻ കോള പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തതിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. പിന്നീടാണോ അതിന് മുമ്പാണോ എന്നറിയില്ല, രാജേഷ് പിള്ളയുടെ, നമ്മുടെ ട്രാഫിക്കിലെ രാജേഷ് പിള്ളയുടെ മരണത്തോട് കൂടിയിട്ടാണ് മലയാളിയുടെ ഒരു വലിയ, കുറഞ്ഞു എന്നോ ഇല്ലാതായി എന്നോ വിചാരിക്കുന്നില്ല, മലയാളികളുടെ ഒരു വലിയ കോളാശീലം നിന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ കോള കമ്പനിക്കാരെല്ലാം കൊണ്ട് എനിക്ക് എതിരാകും. എങ്കിൽ പോലും ഒരു അനുഭവം കൂടി പറയാം. ഒരു ദിവസം ഞങ്ങൾ ഒരു ബസ്സിൽ ടൂർ പോയി. യാത്ര പോകുമ്പം ഇപ്പം വെളുപ്പിന് ഇറങ്ങണം. വെളുപ്പിന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പം ഈ ഒരു ബസ്സിൻ്റെ ക്ലീനറായിട്ടുള്ള പയ്യൻ, അപ്പം അവനാണെങ്കിൽ ഒരു 2 ലിറ്ററിൻ്റെ കോളയുമായിട്ട് പോകുന്നു. ഞാൻ ആലോചിച്ചോളൂ, ഈ വെളുപ്പം കാലത്തൊക്കെ പലതരത്തിൽ കോള കുടിക്കുന്നവരുണ്ട്. 4 മണിക്കൊക്കെ കോള കുടിക്കുന്നവൻ എന്ത് കോള കുടിക്കുന്നത്, ഇങ്ങനെ കൗതുകത്തോടെ നോക്കുമ്പം ഇവൻ ഇത് കൊണ്ടുപോയിട്ട് ടയർ തുടക്കുകയാണ്. ഇപ്പം ടയർ തുടയ്ക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ട്രൈ ചെയ്താൽ മതി, കോള വെച്ചിട്ട് ടയർ തുടയ്ക്കുമ്പോൾ ടയർ ഭയങ്കര ബ്ലാക്കിഷ് ആയിട്ട് പുതിയ ടയർ പോലെ തോന്നും. അപ്പോൾ ഒരു ടയറിനെ ഇങ്ങനെ ബ്ലാക്കിഷായി ശുദ്ധീകരിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കൺസ്യൂം ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. അതുകൂട്ടെ, ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തായാലും രാഹുലിന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ക്ഷണം ഉണ്ടായിട്ടുണ്ടാവും. ഈ ഉയർന്ന മൂക്കിനെ കുറിച്ചുള്ള വർത്താനം എന്തായാലും സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടാവും, കാമുകിമാർ പറഞ്ഞിട്ടുണ്ടാവും, കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും, ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഒരു മോഹം മനസ്സിൽ വരിക, അങ്ങനെ ട്രൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? എനിക്ക് സിനിമയിൽ ഓഫർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എയറിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓഫർ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ പറയില്ല, തുറന്നു പറയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എയറിലായിരിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നില്ല, അതിനെ വേറെ രീതി പ്രസന്റ് ചെയ്യും. പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് ആണ് സിനിമ. ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ട്രോൾ ആവത്തില്ലല്ലോ അല്ലേ? ഇല്ല. എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ആളാണ്. പുതിയ സിനിമകളെല്ലാം തന്നെ ഞാൻ സെക്കൻഡ് ഷോ പോയി കാണും. നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ദിവസം ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ സെക്കൻഡ് ഷോയുടെ ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ പുതിയ സിനിമകളും കാണും. അതിപ്പം നല്ലതായാലും മോശമായാലും കാണും. അപ്പോൾ ഞങ്ങൾ ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ജോബി, റിനോ, പിന്നെ ഞങ്ങൾ കുറച്ചൊരു സിനിമ കമ്പനിക്കാരുണ്ട്, ഞങ്ങളെല്ലാം കൊണ്ടാണ് സിനിമ കാണാൻ പോകുന്നത്. പിന്നെ പല ഗ്യാങ് ഉണ്ട്. എനിക്ക് വേറൊരു ഗ്യാങ് ഉണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിലെ അനിൽ, ഞങ്ങൾ വേറൊരു ഗ്യാങ് ഉണ്ട്. പാലക്കാട് MLA ആയപ്പോൾ പാലക്കാട് പുതിയൊരു സിനിമ ഗ്യാങ്. അപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന ഗ്യാങ്ങുകളിലൊന്ന് സിനിമ ഗ്യാങ്ങാണ്. സിനിമ ഇങ്ങനെ കാണാൻ നമുക്കൊരു നമ്മുടെ വൈബിനോട് നിൽക്കുന്ന ഒരു ടീം എനിക്ക് വേണം. അതല്ലാതൊരു ടീമിനോടൊപ്പം സിനിമ കാണുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹൊറബിൾ എക്സ്പീരിയൻസ് ആണ്. ഞാനപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ സിനിമ കാണില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഇനി ഇത് കാണാൻ പറ്റിയില്ല എങ്കിലും ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ സിനിമയുടെ
പുതിയ കാലഘട്ടത്തിൽ ഒരുവിധം സംവിധായകന്മാരും സിനിമയുടെ അണിയറ പ്രവർത്തകരുമായിട്ടൊക്കെ ഒരു തെറ്റല്ലാത്ത ബന്ധം, അവരോട് അവരെ അങ്ങോട്ട് വിളിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ അറിയുകയും ഒക്കെ ചെയ്യുന്ന, അവരോട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ അവര് അങ്ങനെ പിന്നെന്താ പറയുക, പിന്നെ ഒരു ഡയലോഗ് പോലുമുള്ള വേഷങ്ങൾക്കൊന്നും ആയിരിക്കില്ല വിളിക്കുന്നത്. അതിങ്ങനെ അവരുടെ ഒരു സൗഹൃദത്തിൽ ഒരു ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് അവർ വിളിക്കണമല്ലോ, ഒരു പാസിംഗ് സീനിൽ കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ അവർ വിളിക്കേണ്ടത് അവരുടെ മര്യാദ. അത് നോ എന്ന് പറയുന്നത് അവരോടും എന്നോടും മലയാള സിനിമാ ലോകത്തോടുള്ള എൻ്റെ മര്യാദ എന്നുള്ളത് കൊണ്ട് അതില്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള സിനിമാ മോഹം, സിനിമാ മോഹം എന്ന് പറയുന്നത് പക്ഷേ അങ്ങ് ചോദിച്ചതുപോലെ അഭിനയമല്ല. സിനിമ എഴുതണം എന്ന്, തിരക്കഥ എഴുതണം എന്ന് വളരെ ഗൗരവത്തിലുള്ള ആഗ്രഹമുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊടുത്തോട്ടെ, രാഹുൽ തിരക്കഥ എഴുതുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ വളരെ ആലോചനയിലുണ്ടായിരുന്നു. അപ്പം ആലോചനയിൽ ഇരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. അപ്പം പിന്നെ സമയം കുറഞ്ഞു. അതിനുശേഷം ആണ് വീണ്ടും പാലക്കാട് MLA ആകുന്നത്. പിന്നെ സമയം നന്നേ കുറഞ്ഞു. അപ്പം അതുകൊണ്ടൊക്കെ മുടങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ എങ്കിലും എൻ്റെ പീരീഡ് ഓഫ് ടൈം സിനിമ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചില സംവിധായകരോടൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പം ജോഫിൻ, ഇപ്പം രേഖാചിത്രത്തിൻ്റെ ജോഫിനൊക്കെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ജോഫിനോടൊക്കെ ഒന്ന് രണ്ട് കാര്യം സംസാരിച്ചിരുന്നു. ഒരിക്കൽ ആൻഡോ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പം അവരൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു സമയം ഉണ്ടായിട്ടില്ല. കാരണം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഞങ്ങൾ എന്തായാലും കൊടുക്കാൻ പോവാ, തിരക്കഥ രചനയിലാണ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, സമ്മതിച്ചിട്ടുണ്ടേ. ഇല്ലില്ല, രചനയിലല്ല കേട്ടോ, രചനയിലില്ല, ചില കാര്യങ്ങൾ ആലോചനയിൽ. അതെ, അത് മതി. ഉള്ളിൽ നടക്കുകയാണ്, എഴുത്ത് നടക്കുകയാണ്, അത് പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്തേക്ക് വരും, കുഴപ്പമില്ല. നോട്ട് വരണം എന്നുള്ളത് ആഗ്രഹമാണ്, നമ്മുടെ ഈ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്. ഈ പുതിയ കാലഘട്ടത്തിലെ സിനിമകളെ കുറിച്ച് രാഹുൽ ഒന്നും പറഞ്ഞില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഹുലിന്റെ പഴയ ഹിന്ദി പാട്ടുകൾ ചോദിച്ചിട്ടില്ല. ശരിക്കുള്ള പാട്ട് ആസ്വാദകനാണ് രാഹുല്. അതിലേക്ക് ഞാൻ ശരിക്കും വന്നിട്ടില്ല. അപ്പം അതിനു മുമ്പ് ഞാൻ ഈ പുതിയ കാലഘട്ടത്തിൽ സ്ട്രോങ് ഏരിയ ആണല്ലോ പാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ പാട്ടുകളുടെ ഇന്റർവ്യൂ. അതെ 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 അതെ. ഞാൻ പൊതുവേ ഇന്റർവ്യൂകളിൽ ഒരു ഭയങ്കര കുറവുള്ള ഒരാളാണ്. എൻ്റെ ഒരു പ്രൊഫൈൽ ഗാലറിയിൽ ഇന്റർവ്യൂകൾ വളരെ കുറവായിരിക്കും. ഒന്ന് ഞാൻ അതിനെങ്ങനെ ഇന്റർവ്യൂകൾക്ക് ഇരിക്കാറില്ല. പല ക്ഷണം ഉണ്ടെങ്കിലും ഇരിക്കാറില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ MLA ആയതിനു ശേഷമുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. MLA ആയതിനു ശേഷം പിന്നെ സ്വാഭാവികമായിട്ടും ബൈ ഇലക്ഷനിൽ ജയിച്ചിരുന്നതാണ്. അപ്പം എണ്ണമറ്റ ഇന്റർവ്യൂകൾക്ക് വിളിച്ചത്. പക്ഷെ എനിക്കങ്ങനെ ഇന്റർവ്യൂകളൊരു എന്തോ എനിക്കൊരു എതിർപ്പൊന്നുമല്ല. ഞാൻ ഇന്റർവ്യൂകൾ കാണുന്ന ആളാണ്. പക്ഷെ നിങ്ങളുടെ ഇന്റർവ്യൂ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ഇന്റർവ്യൂകൾ ഞാൻ കാണാറുണ്ട്. ഇങ്ങനെ പാട്ട് പറഞ്ഞിട്ടുള്ള സാധനം കാണാറുണ്ട്. പുതിയ കാലഘട്ടത്തിലെ സിനിമകൾ ഞാൻ പറഞ്ഞില്ല, പുതിയ കാലഘട്ടത്തിലെ സിനിമകളെല്ലാം കാണാറുണ്ട്. എല്ലാ സിനിമയും കാണാറുണ്ട്. അതായത് ഇപ്പൊ ഇറങ്ങിയ സിനിമകൾ മാത്രമേ എനിക്ക് മിസ്സായിട്ടുള്ളൂ. പിന്നെ ഇലക്ഷൻ സമയത്ത് മാത്രമാണ് സിനിമകൾ മിസ്സായത്. അത് തന്നെ പിന്നീട് ഞാൻ OTT പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഇപ്പോൾ വളരെ സൗകര്യമാണല്ലോ.